എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പ നന്ദി. PK നമ്പൂതിരി സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അറിവും എക്സ്പീരിയൻസും ഉള്ള സാറിന്റെ ക്ലാസ്സുകൾ എല്ലാവർക്കും വളരെ വിജ്ഞാനപ്രദം ആയി തീരുന്ന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്കും ഞാൻ സാറിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ലാസ് തുടങ്ങാം സർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉണ്ടായുള്ളൂ, ബാക്കി പിന്നീട് മുന്നോട്ട് പോയില്ല. ഇന്നതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ക്ലാസ്സിലോട്ട് തന്നെ കയറാമെന്ന് വിചാരിക്കുകയാണ്. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എടുക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന മിക്കവർക്കും രോഗങ്ങളുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ആൾക്കാർ വരുന്നത്. ആ രോഗലക്ഷണങ്ങളോട് കൂടിയുള്ള രോഗിയുടെ മാനസിക ഘടനയും കൂടി നമ്മൾ കൂട്ടിച്ചേർത്താൽ രോഗി ചികിത്സയായി. അതേ ഉള്ളൂ, സിമ്പിൾ ആ കേസ്. അപ്പൊ ചികിത്സയ്ക്ക് വരുന്ന ഡോക്ടർമാർക്ക് വേണ്ടത് ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഏകദേശം ഒരു ധാരണ നമ്മുടെ മനോമുഖരത്തിലൂടെ നമുക്ക് കാണാവുന്നത് പോലെ നമ്മൾ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ചികിത്സ ശരിയാവുള്ളൂ. അപ്പോൾ പിന്നീട് വരുന്ന ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പിന്നീട് ആവശ്യമുള്ള കേസുകൾ നമുക്ക് വേണ്ടത്ര ലാബ് ടെസ്റ്റുകളോ മറ്റു ടെസ്റ്റുകളോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ രോഗി അങ്ങനെയൊന്നും നമുക്ക് ആദ്യം വരില്ല. അത് തന്നെയുമല്ല, എല്ലാ ലാബ് ടെസ്റ്റുകളും ഒന്നും നമുക്ക് എല്ലാ രോഗികളെയും ആപ്ലിക്കബിളും അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എല്ലാ രോഗങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമ്മുടെ മനോമുഖരത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. കാരണം ഞാൻ അതുമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. ആ അറിയുന്ന അത് നിങ്ങൾക്കറിയാം, എന്നേക്കാളൊക്കെ സീനിയർ ആയ ഡോക്ടർമാരാണ് എന്നെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾക്കെല്ലാം ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഞാനതൊരു ഓർമ്മ പുതുക്കൽ എന്ന നിലയിൽ ഒന്ന് പറയാമെന്ന് വിചാരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്, ഓർമ്മ പുതുക്കലായിട്ട് നമുക്കിത് കാണാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഈ രോഗങ്ങൾ പറയുമ്പോൾ ആ രോഗങ്ങളുടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ബയോകെമിക്ക് 12 മെഡിസിനെ കൊണ്ട് ഒട്ടുമിക്ക രോഗങ്ങളും ചികിത്സിക്കാവുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് മിക്കവാറും കേസുകളിൽ ഞാൻ ഈ ബയോകെമിക് മെഡിസിൻ മാത്രമേ പറയൂ. അപ്പൊ ഞാൻ രോഗങ്ങളിലേക്ക് കടക്കുവാണ്. ആദ്യം നമുക്ക് ആബ്സസ് എന്ന് പറയാം. ആബ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കട്ടെ. ആബ്സസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പസ് ഇൻ എ കാവിറ്റിയാണ് ആബ്സസ്. ബോയിൽസ് എന്ന് പറയുമ്പോൾ എ സ്മോൾ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സ്വെല്ലിംഗ് ഒക്കറിങ് അറൗണ്ട് ദി ഹെയർ ഫോളിക്കിൾസ് ആണ്. ഫറങ്കിൾസ് പറയുമ്പോൾ ലോക്കലൈസ്ഡ് ആബ്സസ് ഓർ ബോയിൽസിനെ ഫറങ്കിൾസ് എന്ന് മൊത്തത്തിൽ നമുക്ക് പറയാം. വിറ്റ്ലോ എന്ന് പറഞ്ഞാൽ ഒനിച്ചിയ അല്ലെ പനാറിറ്റം എന്ന് പറയുന്നത് ആബ്സസ് ഓഫ് ദി ഫിംഗർ എൻഡിൽ ഉണ്ടാവുന്നു. അതുപോലെ വെസൈക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വെസൈക്കിൾ സ്മോൾ ബ്ലിസ്റ്റർ ആണ്. കുമിള കുരുപ്പുകളോട് കൂടിയുള്ള പോളങ്ങളോട് കൂടിയുള്ള കുരുപ്പുകളെയാണ് വെസൈക്കിൾസ് എന്ന് പറയുന്നത്. കാർബങ്കിൾ എന്ന് പറയുന്നത് എ മാലിഗ്നന്റ് ട്യൂമർ, എ ഹാർഡ് ഇൻഫ്ലമേറ്ററി ട്യൂമർ വെരി ലിറ്റിൽ റൈസ്ഡ് അബോവ് ദി ലെവൽ ഓഫ് ദി സ്കിൻ ബട്ട് എക്സ്റ്റെൻഡിങ് ഡീപ്ലി വിത്ത് മേ ഡെവലപ്പ് ഫ്രം സിമ്പിൾ പസ്റ്റ്യൂൾസ്. പസ്റ്റ്യൂൾസ് അതിനെ നമ്മൾ പറയുന്നത് കാർബങ്കിൾ അല്ലെങ്കിൽ രാജകുരു അല്ലെ പ്രമേഹക്കുരു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഈ പസ്റ്റ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിമ്പിളിലെ പോലെ അതിനകത്ത് മുഖക്കുരു പോലെ വന്നിട്ട് അതിനകത്ത് പസ് നിറഞ്ഞ് കണ്ടെയ്നിങ് പസ്സിങ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പസ്റ്റ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രോഗി നമ്മുടെ അടുക്ക് ഏത് അവസ്ഥയിലും വരാം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മുടെ അടുക്ക് വന്നോന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചികിത്സയിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്കറിയാം ത്രോബിങ് പെയിൻ കഞ്ചഷൻ ഇൻ ദി പാർട്ട് എയർലി ഗിവൺ അബ്രോട്ട് സപ്പുറേഷൻ പറമ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുക്ക് വരുന്ന ഇങ്ങനെയുള്ള ആബ്സസ്, ബോയിൽസ്, ഫറങ്കിള്, വിറ്റ്ലോയ, വെസൈക്കിൾസ്, കാർബങ്കിൾസ് എല്ലാം നമ്മൾ നാട്ടിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുരു, വ്രണം, വീക്കം എന്നൊക്കെ തന്നെ പറയും. അപ്പൊ ഇത് നമ്മുടെ നാടുകാർക്ക് ഒരാൾ വരികയാണെങ്കിൽ ആദ്യത്തെ ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ വരികയാണെങ്കിൽ നമുക്കത് പറമ്പോസ് കൊടുത്ത് അബോർട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ അടുക്ക വരുന്നത്. അതായത് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് കഴിഞ്ഞ് ഒരു വീക്കം മാത്രം വന്നു, അതിനകത്ത് പസ്
കളക്ട് ചെയ്യാതിരിക്കുന്ന സെക്കൻഡ് സ്റ്റേജ്, ഫസ്റ്റ് നേരം കളക്ട് ചെയ്തിട്ടില്ല, ആ സ്റ്റേജിലാണ് നമ്മുടെ അടുക്ക വരുന്നെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് കാലിമൂറാണ്. ആ സമയത്ത് നമ്മൾ കാലിമൂറ് കൊടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകാതിരിക്കാം. മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നെന്നുണ്ടെങ്കിൽ ആ ആബ്സസിന്റെ ചുറ്റും ഒരു നീല നിറത്തിൽ വന്നിട്ട് അതിനകത്ത് വെള്ളം ഒലിച്ചു വരുന്ന അവസ്ഥയാണ് മൂന്നാമത്തെ സ്റ്റേജ്. അപ്പൊ ആബ്സസിന്റെ ചുറ്റും നീല നിറത്തിൽ വെള്ളം ഒലിച്ചു വരുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മൾക്ക് മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ പറയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് വരുമ്പോൾ നൈട്രോ സൾഫാണ് മെഡിസിൻ വരിക. പിന്നെ നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്നില്ല, നാലാമത്തെ സ്റ്റേജിലേക്ക് പോവാണ്, അത് പഴുക്കുകയാണ്, പഴുത്ത് വല്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് പഴുത്ത് പൊട്ടിച്ച് കളയാന്നുള്ളതാണ് പിന്നെ നമ്മുടെ ധർമ്മം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്നതാണ് ഹാസ്റ്റൻസ് സപ്പുറേഷൻസ് ആഫ്റ്റർ പസ് ഹാസ് ബീൻ ഫോംഡ് സൈലീഷ്യ ഇസ് ദി മെഡിസിൻ. സൈലീഷ്യ കൊടുത്തതിന് ശേഷം അത് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ആബ്സസ് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കേണ്ട മെഡിസിനാണ് കാൽക്കേരിയ സൾഫ്. അപ്പൊ സൈലീഷ്യയുടെ പിന്നാലെ ഹീൽ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കൊടുക്കേണ്ട മെഡിസിൻ കാൽക്കേരിയ സൾഫാണ്. വീണ്ടും അതിന്റെ പിന്നെ ആ സപ്പുറേഷൻ നമ്മൾ കാൽക്കേരിയ സൾഫ് കൊടുത്തിട്ടും വേണ്ട പോലെ അത് ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് ബ്ലഡ് ഒഫൻസീവ് അൺഹെൽത്തി സ്കിന്നൊക്കെയാണ്, അത്ര തന്നെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് അതിന്റെ പിന്നാലെ കൊടുക്കേണ്ടത് കാലിഫോസാണ്. പിന്നെ ഈ സപ്പറേഷൻ പ്രോസസ്സ് നമ്മുടെ ബോണിലെ അഫക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അന്നേരം നമ്മൾ കൊടുക്കേണ്ടത് കാൽക്കേരിയ ഫ്ലൂറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആബ്സസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി ആബ്സസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നു, ആബ്സസ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഏത് സ്റ്റേജിലാണ് ആൾ വന്നതെന്ന് മനസ്സിലാക്കി ആ സ്റ്റേജിൽ നമ്മൾ മെഡിസിനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു പെറമ്പോസ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് കാലിമൂറ്, തേർഡ് സ്റ്റേജ് നൈട്രോ സൾഫ്, ഫോർത്ത് സ്റ്റേജ് സൈലീഷ്യ, ഫിഫ്ത്ത് സ്റ്റേജ് കാൽക്കേരിയ സൾഫ്, സിക്സ്ത് സ്റ്റേജ് കാലിഫോസ് ആൻഡ് സെവൻത് സ്റ്റേജ് കാൽക്കേരിയ ഫ്ലൂർ. ഇത്രയും മെഡിസിൻ നമ്മുടെ മനസ്സിലോട്ട് വരുന്നു. അതിന്റെ ഇൻഡിക്കേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ആബ്സസ് നന്നായിട്ട് ചികിത്സിക്കാം, പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് അടുത്ത വരുന്ന ഒരു അനീമിയ കേസാണ്. അനീമിയ കേസ് നമുക്കറിയാം, ഇത് രക്തത്തിലുള്ള ചുവന്ന രക്താൾക്കളുടെ കുറവുകൾ, റെഡ് കോർപ്പസിൽസിന്റെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ. ഇത് തനിച്ച് തന്നെയോ മറ്റു രോഗങ്ങളോട് കൂടിയോ ഈ രോഗം നമ്മൾക്ക് വരാം. ഇതിലെ ഏറ്റവും പ്രധാനം രക്തപ്രവാഹം, അനിയന്ത്രിതമായ രക്തപ്രവാഹം ഉണ്ടാവുക, മെനോറേജിയ എന്ന് പറയുന്ന അമിത ആർത്തവം ഉണ്ടാവുക, അല്ലെ ക്യാൻസർ മുതലായ രോഗങ്ങളോട് അനുബന്ധിച്ചുണ്ടാവുക. ഇങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോഴും ഈ അനീമിയ എന്ന് പറഞ്ഞ റെഡ് കോർപ്പസിൽസിന്റെ കുറവാണ് ശരിക്കും പറയാം. ഇതിന് ഇതിൽ തന്നെ അനീമിയ തന്നെ പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട്. പെർനീഷ്യസ് അനീമിയ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള അനീമിയ എന്നുള്ളത്. വളർച്ച എന്ന് പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല, കുറച്ചുകൂടെ ഗൗരവം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻക്രീസ് നമ്പർ ഓഫ് RBC പെറമ്പോസ് ആണ്. കാൽക്കേരിയ ഫോസ് വരുമ്പോൾ ആഫ്റ്റർ സിവിയർ എക്സിസ്റ്റിംഗ് ഇൽനെസ്, ഡിഫക്റ്റീവ് ന്യൂട്രീഷൻ, പെർനീഷ്യസ് അനീമിയ, പെർനീഷ്യസ് അനീമിയ ഞാൻ മുമ്പ് പറഞ്ഞു, ലൂക്കീമിയ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് വൈറ്റ് കോർപ്പസൽസ് ഇൻ ദി ബ്ലഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാൽക്കേരിയ ഫോസിലോട്ട് വരുന്നത്. മൂന്നാമത്തെ സ്കിൻ സിംറ്റംസും കൂടെ പിന്നെ അനീമിയയോട് അനുബന്ധിച്ച്, അതായത് എക്സിമയോ ഇറപ്ഷൻസ് ഓൺ ദി ഒക്കെ വരികയാണെങ്കിൽ പേഴ്സിസ്റ്റ് ആയിട്ട് ശരീരത്തിൽ നിൽക്കുന്നുണ്ട്, അയാൾക്ക് അനീമിയ വരുന്നെങ്കിൽ കാലിമൂറാണ് മെഡിസിൻ. പിന്നെ അനീമിയ ഡ്യൂ ടു പ്രൊലോങ്ഡ് മെന്റൽ സ്ട്രെയിൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് മൈൻഡ്, കാലിഫോസ് ആണ് മെഡിസിൻ. അത് ഈ കാലിഫോസ് ലൂക്കീമിയയിലും ആക്ട് ചെയ്യുന്നുണ്ട്. ലൂക്കീമിയ എന്ന് പറയുന്ന എക്സസ് ഓഫ് വൈറ്റ് കോർപ്പസൽസ് ഇൻ ദി ബ്ലഡിൽ പിന്നെ കാലിഫോസ് ആക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നൈട്രമൂർ. നൈട്രമൂർ എന്ന് പറയുമ്പോൾ യങ് ഗേൾസ് പാൽപിറ്റേഷൻ, ഏഴ്സിലി ഫറ്റ്യൂഗ്ഡ്, അത് പെട്ടെന്ന് ക്ഷീണം വരിക, പാൽപിറ്റേഷൻ, നടക്കുമ്പോൾ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് അടിക്കുക, പ്രായം കുറഞ്ഞ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗേൾസിൽ വരുന്ന രോഗങ്ങളാണ് എങ്കിൽ നൈട്രമൂറാണ് മെഡിസിൻ വരുന്നത്. പിന്നെ നൈട്രം ഫോസിലോട്ട് നമ്മൾ വരുമ്പോൾ വേംസ് കംപ്ലൈന്റ് ആണ് അതിനകത്ത് പ്രധാന. നൈട്രം ഫോസ് വരികയാണെങ്കിൽ വേംസ് കംപ്ലൈന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വേംസ് കംപ്ലൈന്റ് ഉണ്ടാവും. പിന്നെ സൈലീഷ്യ എന്ന് പറഞ്ഞാൽ അനീമിയ ഓഫ് ദി ഇൻഫൻസ് ഇൻ ദി തിൻ ഡെലിക്കേറ്റ് സബ്ജക്റ്റില് അനീമിയ ഉണ്ടാകുന്നത്. ഡെലിക്കേറ്റ് സബ്ജക്റ്റില് അനീമിയ കാണുമ്പോഴാണ് സൈലീഷ്യ കൊടുക്കുന്നത്.
അപ്പൊ നമുക്ക് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് നമ്മുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ വെള്ളർച്ച വന്നു, നമ്മുടെ രോഗി നമ്മുടെ അടുക്ക വന്നു, പറമ്പോസ് കൊടുത്തു, കാൽക്കേരിയ ഫോസ്, ഞാൻ പറഞ്ഞു കാൽക്കേരിയ ഫോസ് കൊടുത്തു, അല്ലെ കാലിമൂർ കൊടുത്തു, ഫോസ് കൊടുത്തു, നൈട്രമൂർ കൊടുത്തു, നൈട്രം ഫോസ് കൊടുത്തു, സൈലീഷ കൊടുത്തു. ഇത്രയും മെഡിസിൻ കൊണ്ട് നമുക്ക് ഈ അനീമിയ ഒരുമാതിരിയൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബയോകെമിക് മെഡിസിൻ ആണ് പറയുന്നത്. ഹോമിയോപ്പതിക് മെഡിസിനിലേക്ക് ഞാൻ കാര്യമായിട്ട് കടക്കുന്നില്ല, കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്ട് മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് പിന്നെ ഉള്ളത് അനറിസം. അനറിസം എന്ന് പറയുന്നത് ബ്ലഡ് വെസലിന്റെ ബലഹീനത സംഭവിക്കുന്നതിനാൽ അത് ചില ഭാഗങ്ങളിൽ വികസിച്ച് പോകുന്നു. ഇത് നിമിത്തം ഉണ്ടാകുന്ന മുഴയാണ്. നമുക്കറിയാം അനറിസം ധാരാളം കേസുകൾ നമ്മുടെ അടുക്കുന്ന തലച്ചോറിനകത്ത് ബ്ലഡ് വെസൽ മുളച്ചു വരുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ബ്ലഡ് വെസൽ ഇങ്ങനെ കണ്ട് മുഴച്ചു വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിന് ഹോമിയോപ്പതി അല്ലെങ്കിൽ നമ്മൾ ബയോകെമിക്കിലേക്ക് വരുമ്പോൾ കാൽക്കേരിയ ഫ്ലൂർ ആൾട്ടർനേഷൻ വിത്ത് ഫറംബോസ് ആണ്. ഇറ്റ് മേ ചെക്ക് ആൻഡ് റെഡ്യൂസ് അനറിസം. അനറിസം എന്ന് പറയുന്നത് ബ്ലഡ് വെസല് പിന്നെ അതിന്റെ കട്ടി കുറഞ്ഞിട്ട് വികസിച്ച് വരുന്ന ആ മുഴയുണ്ടാകുന്ന അവസ്ഥയാണ് അനറിസം. ഇത് കാൽക്കേരിയ ഫ്ലൂറും ഫറംബോസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും. പിന്നെ ആൻജൈന പെക്ടോറിസ്. ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാ ഞാൻ പറയുന്നത് എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ കേസുകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റൂ. ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ശക്തിയായ വേദന. ഈ വേദന ഇടവിട്ടുണ്ടാവുകയും അപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്യുവാനോ അനങ്ങുവാനോ നിവൃത്തിയില്ലാതെ രോഗി വളരെ കഷ്ടപ്പെടുന്നു, ഉടൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നതുമാണ്. ശരിക്കും പറഞ്ഞാൽ മധ്യപ്രായം കഴിഞ്ഞവർക്കും ഹൃദയരോഗം ഉള്ളവർക്കുമാണ് ഇത് കൂടുതലായി കാണാറുള്ളത്. ഈ രോഗം അടുത്തടുത്തുണ്ടായാൽ പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ നമ്മൾ ഈ രോഗം അത്ര നിസ്സാരമായിട്ട് കണക്കാരുത്. ആദ്യം വരുന്ന ഒരു കേസ് കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്തടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് വിട്ടിട്ട് ആദ്യം പറയട്ടെ, ഇതിന് ആൻജൈന പെക്ടോറിസ് ആദ്യം നമ്മുടെ അടുക്ക വരികയാണെങ്കിൽ അക്കോണൈറ്റ് 10 ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ ഇത് മുമ്പ് ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അക്കോണൈറ്റ് 10 കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ബയോകെമിക് മെഡിസിനിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് മെഡിസിൻ മാക്ഫോസ് ആണ്. ന്യൂറാൾജിക് സ്പാസം, ഷാർപ്പ് പെയിന്, ന്യൂറാൾജിക് കൺസ്ട്രക്റ്റീവ് പെയിൻ ഇൻ ദി ചെസ്റ്റ്, മാസ്റ്റർ റെമഡി ആണ് ഇതിന്റെ അകത്ത് വരുന്നത് മാക്ഫോസ്. പിന്നെ രണ്ടാമത് ഫ്ലഷ് ടു ഫേസ് ബേണിംഗ് ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് കാണുവാണെങ്കിൽ ഫറംബോസ് നമുക്ക് കൊടുക്കാം. പിന്നെ കാലിഫോസ് ഹാർട്ട് ആക്ഷൻ വീക്ക് ആയിട്ട് വരുന്ന ആളുകളിലാണ് കാലിഫോസ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കേസുകളിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കോണൈറ്റ് 10 ഒരു ഡോസ് കൊടുത്ത് അന്നത്തെ ആ കണ്ടീഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് കാലം കൊണ്ടേക്ക് കാലിഫോസും ഫറംബോസും മാക്ഫോസും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കുക. ഈ 2 ഗുളിക വീതം മിക്സ് തന്നെ കൊടുക്കും. കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞാൽ ആൻജൈന പെക്ടോറിസ് ഉണ്ടാകുന്ന സ്വഭാവം മാറിക്കിട്ടും. അതുകൊണ്ട് ആൻജൈന പെക്ടോറിസ് അത്ര പേടിക്കേണ്ട കേസൊന്നുമല്ല. ആദ്യം വരുമ്പോൾ നമ്മൾ അത്ര പെട്ടെന്ന് ചിന്തിക്കേണ്ട. പക്ഷെ വൈകുന്നേരം നമ്മളെ രാത്രി വന്ന് വിളിച്ചുണർത്തി നമ്മളിപ്പോഴേ ചാകുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആ പേഷ്യന്റ് വരും. നമ്മൾ അത് ശ്രദ്ധിക്കണം. ആ ആൻഷ്യസ് ആണ് പ്രധാനം. അതുകൊണ്ടാണ് അക്കോണൈറ്റ് 10 പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ശരിക്കും പിന്നെ അഫോണിയ അല്ലെങ്കിൽ ഹോഴ്സനസ്. അഫോണിയ എന്ന് പറഞ്ഞാൽ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷെ ശബ്ദത്തിന് പതർച്ച വരുമ്പോഴാണ് ഹോഴ്സനസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ അടുക്ക വരുമ്പോൾ കേസ് ഫറംബോസ് ആണെങ്കിൽ കോൾഡ് ആൻഡ് വെറ്റ്, അല്ലെ തണുപ്പടിക്കുന്നതുകൊണ്ടോ നനവ് തട്ടുന്നത് കൊണ്ടോ പിന്നെ വരുന്ന കേസുകളിലാണ് ഫറംബോസ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ ഇത് ഒന്ന് പറഞ്ഞോട്ടെ, ലതാ മനോഹരൻ ഡോക്ടർ ഏതോ മെഡിസിൻ ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻജൈന പെക്ടോറിസിന്റെ ആണോ? അതോ മെഡിസിൻ ഒന്നുകൂടെ ആൻജൈന പെക്ടോറിസിന്റെ ആണോ പറയണ്ടേ? അതെ. ആൻജൈന പെക്ടോറിസിന് ശരിക്കും വരുമ്പോ അക്കോണൈറ്റ് 10 കൊടുക്കുക. രാത്രിയിൽ ഒരു പതിരാത്രി സമയത്താണ് സാധാരണ ആദ്യം വരിക. അക്കോണൈറ്റ് 10 കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ മാറും. പിന്നെ സ്പാസ്മോഡിക് പെയിന്, ഷാർപ്പ് പെയിന്, ന്യൂറാൾജിക് പെയിന്, ഇതെല്ലാം പറയുന്ന കേസുകൾ മാക്ഫോസ് ആണ് നമ്മുടെ ബയോകെമിക്കൽ ഏറ്റവും നല്ല മെഡിസിൻ. അതിനോട് ഇന്റർകറന്റ് ചെയ്ത് ഫറംബോസും കാലിഫോസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ഒരു 2-3 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ആൻജൈന പെക്ടോറിസ് ഉണ്ടാകുന്ന അവസ്ഥ വിശേഷം മാറും. ഇത് ധാരാളം കേസുകൾ നമ്മൾ കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്.
കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ നോക്കുക എല്ലാവരും ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ. ഇപ്പൊ ഞാൻ ഇപ്പൊ രാത്രിയിലൊന്നും അങ്ങനെ കേസ് എടുക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്കൊന്നും അങ്ങനെ ആന്റിന എഫക്ട് പറയും. ഞാൻ രാത്രിയിലൊന്നും പേഷ്യന്റ് കൺസൾട്ടേഷൻ ഇല്ല. സോറി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്തത് അപ്പൊ മതിയല്ലോ, കേട്ടല്ലോ. ഞാൻ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ വീണ്ടും ഒരു സംശയം കൂടെ ചാറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നത്, സാർ പറഞ്ഞതാണോ അത് അനീമിയ വിത്ത് വേം ട്രബിൾ? അതെ, നൈട്രോഫോസ് ആണ് പറഞ്ഞത്. നൈട്രോഫോസ്. ഓക്കെ, ഇത് രണ്ടേ ഉള്ളൂ. ഇനി സാറിന് തുടരാം. പിന്നീട് അഫോണിയ അല്ലെങ്കിൽ ഹോഴ്സനസ് എന്ന് പറയുന്നത് സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് അഫോണിയ എന്ന് പറയുന്നത്. ശബ്ദത്തിന് പതർച്ച വരുമ്പോഴാണ് ഹോഴ്സനസ് എന്ന് പറയുന്നത്. അപ്പൊ ഫെറംബോസിനെ പറഞ്ഞ കോൾഡ് ഓർ വെറ്റ് ആണ് പോസിറ്റീവ് ഫാക്ടർ, അതിന് കോസ് പറയുന്നു. അതോടൊപ്പം തന്നെ വൈകുന്നേരമായിരിക്കും ഇത് കൂടുതലായിട്ട് വരും. തൊണ്ടയ്ക്ക് വേദന ഉണ്ടാവും. ഇത്രയും കണ്ടീഷൻസ് കണ്ടാൽ ഫെറംബോസ് ആണ് മെഡിസിൻ വരുന്നത്. പിന്നെ കാലിമൂർ ആണെങ്കിൽ സോർ ത്രോട്ട് ആണ്. പിന്നെ കറ്റാർജ് മ്യൂക്കസ് ഡിസ്ചാർജ് എന്ന് അർത്ഥമുള്ളൂ. കറ്റാർജ് എന്ന് പറയും. കറ്റാർജ് ഞാൻ പിന്നീട് വരുന്നുണ്ട്. എന്തായാലും ഞാൻ അന്നേരം സോർ ത്രോട്ടും കറ്റാർജും കാണുകയാണെങ്കിൽ കാലിമൂറാണ് മെഡിസിൻ. പിന്നെ പരാലിസിസ് ആണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. പരാലിസിസ് വോക്കൽ കോഡ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ കാലിഫോസ് ആണ്. പിന്നെ കാൽക്കരിയ സൾഫ് വരുന്ന അവസ്ഥ ഒസ്റ്റിനേറ്റ്, അതായത് ചികിത്സയ്ക്ക് വഴങ്ങാത്ത കേസ് എന്ന് പറയും. ഒസ്റ്റിനേറ്റ് കേസുകൾ പോഴ്സണസ് വരികയാണെങ്കിൽ കാൽക്കരിയ സൾഫ് ആണ് വരിക. ഇത് കാലിമൂറിനോട് ഇടവിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. കാലിമൂറ് നല്ലൊരു മെഡിസിൻ ആയതുകൊണ്ട് ഇടവിട്ടും കൊടുക്കാം കാൽക്കരിയ സൾഫ്. പിന്നെ കാലി സൾഫ് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഓവർ എക്സർഷൻ ആയിട്ട് വരുന്ന വോക്കൽ ഓർഗൻസിൽ ഓവർ എക്സർഷൻ വരുന്നത്. സാധാരണ ഈ പള്ളിക്കൂടത്തിലൊക്കെ ഉള്ളത് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇപ്പം ഭയങ്കര ഒച്ച എടുത്തിട്ട് എന്നും ഒച്ചടപ്പം എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് കാലി സൾഫ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 3-4 മെഡിസിനേ ഉള്ളൂ: ഫെറംബോസ്, കാലിമൂറ്, കാലിഫോസ്, കാൽക്കരിയ സൾഫ്, കാലി സൾഫ്. ഇത്രയും മെഡിസിൻ കൊണ്ട് നമുക്ക് ഈ ഹോഴ്സനസ് അല്ലെ അഫോണിയ എന്ന് പറയുന്നത് ബയോകെമിക്കലാകുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് ആപ്തസ്. ആപ്തസ് എന്ന് പറഞ്ഞാൽ വായ്പുണ്ണാണ്. വായ്പുണ്ണ് എന്ന് പറയുന്നത് സ്റ്റൊമറ്റൈറ്റിസ് എന്നുള്ള പേരിൽ നമ്മൾ ആപ്തസിനെ അറിയപ്പെടുന്നുണ്ട്. അതെല്ലാം ഇൻഫ്ലമേഷൻ ഓഫ് ദി മൗത്ത് ആണ് സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആപ്തസ് എന്ന് പറഞ്ഞാൽ അൾസർ ആണ് വരുന്നത്. സോർ ത്രോട്ട് എന്ന് പറഞ്ഞാലും ഇത് തന്നെ വരുന്നത്. ഇതെല്ലാം ഒരേ ഹെഡിൽ തന്നെ വരുന്നതാണ്. ഇത് അങ്ങനെ നമ്മുടെയൊക്കെ വരുമ്പോൾ ഫെറംബോസ് ആണെങ്കിൽ സോർ മൗത്ത് ലിറ്റിൽ ചിൽഡ്രൻ ആൻഡ് നേഴ്സിംഗ് മദർ, കുട്ടികളിലും നേഴ്സിംഗ് മദറിലും വരുന്ന വായ്പുണ്ണ് ഫെറംബോസ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കാലിമൂറാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായ മെഡിസിൻ. ദിസ് റെമഡി എലോൺ ക്യൂർ ഓൾമോസ്റ്റ് ഓൾ കേസസ്. കാലിമൂർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വായ്പുണ്ണ് വരുന്ന ഒട്ടുമിക്ക കേസുകളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കാലിഫോസ് ആണ്. കാലിഫോസ് വരുമ്പോൾ ഫിറ്റഡ് ബ്രീത്ത്, അതായത് ഒരു ദുർഗന്ധത്തോടുകൂടിയുള്ള മണവും കൂടി നമ്മുടെ വായിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയുന്ന ബ്രൗണിഷ് കോട്ടഡ് ടങ്ങും കാലിഫോസ് ആണ് ഉള്ളത്. ബ്രൗണിഷ് കോട്ടഡ് ടങ്ങും ഫെറ്റഡ് ബ്രീത്തും വരികയാണെങ്കിൽ കാലിഫോസ് ആണ് വരിക. പിന്നെ നൈട്രമൂർ എന്ന് പറയാം. നൈട്രമൂർ എന്ന് പറഞ്ഞാൽ മറ്റ് ഫ്ലോ ഓഫ് സലൈവ ആൾട്ടർനേറ്റ് വിത്ത് കാലിമൂർ. ധാരാളം വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നൈട്രമൂറും കാലിമൂറും കൂടെ ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, മെർസോൾ 3x is proved to be very good homeopathy. അപ്പൊ മെർസോൾ 3x നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താലും ഇത് നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ റിക്കറന്റ് ആയിട്ട് ഉണ്ടാകുന്ന കേസുകളിൽ കാസിനോസിന് ഒരു 1-2 ഡോസ് നമ്മൾ കൊടുത്താൽ മിക്കവാറും ഒക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ബയോകെമിക്കിൽ നിന്ന് വിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രൂവ് ചെയ്ത ഒരു കേസ് ആയതുകൊണ്ട്. പിന്നെ ഉള്ളത് അപ്പൻഡിസൈറ്റിസ്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദി അപ്പൻഡിക്സ് വെർമിഫോറിൻസ്. ഈ അപ്പൻഡിക്സ് വെർമിഫോറിൻസ് എന്ന് പറഞ്ഞാൽ വേം ലൈക്ക് appendage of the cecum about the thickness of a pencil and measuring from 1 to 6 inches in length. അതാണ് വെർമിഫോംസ്. അല്ലെങ്കിൽ സീക്കത്തില് 1 മുതൽ 6 ഇഞ്ച് നീളത്തില് കുടലിന്റെ ഒരു ഭാഗം പെൻസിൽ പോലെ തടിച്ചു കാണും. ഈ ഭാഗത്തെയാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിലെ നീർക്കോളും പഴുപ്പും ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനസ്സിലോട്ട് കിട്ടിയ ഒന്ന് ഓർമ്മ പുതുക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ്. ഇപ്പൊ ചെറുകുടൽ അവസാനിച്ച്
വൻകുടൽ ആരംഭിക്കുന്ന സന്ധിയിലെ അപ്പൻഡിക്സ് വെർമിഫോറം എന്ന് പറയുന്ന കുടലിന്റെ ഒരു ഭാഗമുണ്ട്. ഇതിന്റെ ഒരറ്റം കുടലിലേക്ക് തുറന്നിരിക്കുകയും മറ്റേ ഭാഗത്ത് പുറത്തേക്ക് ദ്വാരമില്ലാതിരിക്കുകയും ചെയ്യും. ഇതിനുള്ളിൽ കട്ടിയായ മലം, ഭക്ഷണം വഴി ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള കല്ലുകള്, മറ്റു പല സാധനങ്ങളും തടഞ്ഞിരിക്കും. ഇവയുടെ അസഹ്യത കൊണ്ടും ചിലതരം ബാക്ടീരിയകളുടെ ആക്രമണങ്ങൾ കൊണ്ടും തണുപ്പ് തട്ടുന്ന ഭാഗത്തുണ്ടാകുന്ന മ്യൂക്കസ് മെമ്പറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമ്മുടെ അടുക്കലേക്ക് ആദ്യം വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേസ് ഫറംബോസും കാലിമുറും അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ നമുക്ക് ആദ്യം കൊടുക്കാം. പിന്നെ ഷാർപ്പ് ഗ്രൈപ്പിംഗ് അവരുടെ സ്പാസ്മോഡിക് പെയിൻ ആയിട്ട് വരികയാണെങ്കിൽ മാക്ഫോസ് കൊടുക്കാം. പിന്നെ ബേണിംഗ് പെയിനും ആണ് ക്രോണിക് കേസ്. ക്രോണിക് ആണ്, അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്രോണിക് കുറച്ചു കാലം ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രോണിക് കേസുകളാണെങ്കിൽ കാൽക്കേറിയ സൾഫാണ് മെഡിസിൻ. പിന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ചില കേസുകളിൽ ഇതൊക്കെ നമ്മുടെ മെഡിസിന് പറ്റാത്ത എക്സെപ്ഷണൽ കേസുകൾ വരാം. ഇങ്ങനെയുള്ള കേസുകൾ ഓപ്പറേഷൻ അഡ്വൈസബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വിടേണ്ടി വരും. എല്ലാ കേസുകളും നമുക്ക് പറ്റുമെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, ചിലപ്പം പറ്റാതെ വരാറുണ്ട്. പിന്നെ ഹോമിയോപ്പതി മെഡിസിൻ ഏത് സ്റ്റേജിലോ, അതായത് ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ ഏത് സ്റ്റേജിലും നമ്മുടെ അടുക്ക് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ഐറിസ് ടെനിസ് 3X ആണ്. ഏത് സ്റ്റേജിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിനാണ് ഐറിസ് ടെനിസ് 3X. ഹോമിയോ മെഡിസിൻ അതാണ് വരിക. ബയോകെമിക്കൽ ഈ മെഡിസിൻസ് ഒക്കെ വരും. പിന്നെ ആർത്രൈറ്റിസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ് ആണ്, അതാണ് ആർത്രൈറ്റിസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നീർക്കെട്ട്, ജോയിന്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ആർത്രൈറ്റിസ് എന്ന് പറയാം. ഈ ആർത്രൈറ്റിസിൽ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് പനി, ചൂട്, കഞ്ചഷൻ, അതുപോലെ പെയിന്, ജോയിന്റ് നീർക്കെട്ട് ഒക്കെ, ചെറിയ നീർക്കെട്ട് ഒക്കെ ആയിട്ട് വരുന്ന കേസുകളിൽ അത് അനങ്ങുമ്പോൾ ആ വേദന ഒക്കെ ആയിട്ട് വരുന്നത്, നീർക്കെട്ട് എപ്പോഴും അതിന്റെ ഒരു സ്വഭാവം അനങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് ഫെറംബോസ് ആണ് ആദ്യം കൊടുക്കാവുന്നത്. പിന്നെ ഇതിന്റെ പുറമെ സാധാരണ രീതിയിൽ ഫെറംബോസിന്റെ കൂടെ തന്നെ ആൾട്ടർനേറ്റ് ചെയ്ത് കാലിമൂർ കൂടെ, കാരണം ഫെറംബോസിന്റെ കൂടെ ഇത് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫെറംബോസ് ആൾട്ടർനേറ്റ് ചെയ്ത് കാലിമൂർ, ആ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന ഫെറംബോസ് ആൾട്ടർനേറ്റ് ചെയ്ത് കാലിമൂറാണ്. പിന്നെയുള്ള മെഡിസിൻ ആർത്രൈറ്റിസിൽ വരുന്നത് നൈട്രമൂർ ആണ്. നൈട്രമൂർ എന്ന് പറയുമ്പോൾ ക്രോണിക് ആർത്രൈറ്റിസ് ആണ് നമുക്ക് അതിൻ്റെ അത് വരുന്നത്. ജോയിന്റിൽ പിന്നെ ക്രാക്സ് ഉണ്ടാകും, അതായത് കിറുകിറ ശബ്ദം, കാലുമുട്ടില് കിറുകിറ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അവരെയാണ് ജോയിന്റിൽ ക്രാക്സ് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. പിന്നെ സൈനോവൈറ്റിസ് എന്ന് പറയുന്നത് സൈനോവിയൽ മെംബ്രെയിന് സെക്രീറ്റ് ചെയ്തിട്ടാണ് അത് നമ്മുടെ ആർട്ടിക്കുലേഷൻ ഗ്രീസ് ഇട്ട് കൊടുക്കാന്ന് പറയല്. അപ്പൊ ആ സൈനോവിയൽ മെംബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് സൈനോവൈറ്റിസ് എന്ന് പറയാം. പിന്നെ ഗൗട്ട് എന്ന് പറയുമ്പോൾ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ്, സ്മോൾ ജോയിന്റ് ആണ്, ടോസിലോ ഫിംഗേഴ്സിലോ ഒക്കെ ഉണ്ടാകുന്നതാണ് ഗൗട്ട് എന്ന് പറയുന്നത്. പെഡാഗ്ര എന്ന ഒരു അവസ്ഥയിൽ ഇത് പറയുന്നുണ്ട്, അല്ലെ അഗ്രവാദം എന്നൊക്കെ ഇത് പറയപ്പെടുന്നതാണ് ആ ഗൗട്ട്. അതുപോലെ തന്നെ സോർ ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞാല് തുടനരമ്പില് വേദന അവിടെ അർത്ഥം വരും. അപ്പൊ ഈ നമ്മള് നൈട്രമൂറിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിരിക്കുക, ജോയിന്റില് പിന്നെ ക്രാക്സ് ഉണ്ടായിരിക്കും, സൈനോവൈറ്റിസ് ഉണ്ടാവും, ഗൗട്ട് ഉണ്ടാവും, അതുപോലെ സോർ ഹാംസ്ട്രിങ് ഉണ്ടാവും. ഇത്രയും കണ്ടീഷൻസിൽ നമുക്ക് വരികയാണെങ്കിൽ നൈട്രമൂർ ആണ് നമ്മുടെ ലേക്ക് വരിക. പിന്നെ നൈട്രസ് സൾഫയിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്രോണിക് കേസസിൽ ലിവിങ് ഇൻ ഡാംപ് പ്ലേസസ്, ആളുകള് ക്രോണിക് കേസാണ്, ഡാംപ് പ്ലേസസിൽ അവര് താമസിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നനഞ്ഞ പ്രതലങ്ങളിലൂടെ അല്ലെങ്കിൽ നനഞ്ഞ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. റുമാറ്റിക് വേദനകൾ പെട്ടെന്ന് മാറിയിട്ട്, അല്ലെ അവിടുന്ന് മാറിയിട്ട് ഹാർട്ടിലേക്ക് മാറിയിട്ട് ഹാർട്ട് പെയിൻ ഉണ്ടാകുന്ന അവസ്ഥ, അത് വരുമ്പോൾ നൈട്രസ് സൾഫിന്റെ റുമാറ്റിക് പെയിൻ സഡൻലി ഗോസ് ടു ഹാർട്ട്, അതൊരു വലിയ സിംപ്റ്റം തന്നെയാണ്. പിന്നെ ആർത്രൈറ്റിസ്, യൂറിൻ നോക്കുമ്പോൾ മൂത്രത്തിന് നമ്മൾ കളർ ചോദിക്കുകയാണെങ്കിൽ യൂറിൻ ഡാർക്ക് റെഡ് ആയി ആർത്രൈറ്റിസ് വരുന്നത്. പിന്നെ ഇത് സാധാരണ നൈട്രസ് സൾഫ് കൊടുക്കുമ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് ഫെറംബോസുമായിട്ട് ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നന്നായിരിക്കുക. ആദ്യത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനും ഇതും കൂടെ കൂട്ടി കൊടുക്കാൻ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ധാരാളം രീതിയിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നൈട്രസ് സൾഫ് ആൾട്ടർനേറ്റഡ് വിത്ത് ഫെറംബോസ്. പിന്നെ മാഗ്ഫോസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാഗ്ഫോസിന്റെ ആ എല്ലാ സിംപ്റ്റവും ഉള്ളൂ,
കോച്ചൽ, സ്പാസ്മോഡിക് ടൈപ്പ് ഓഫ് പെയിൻ, കോച്ചൽ എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ ബെറ്റർ വാം ആൻഡ് പ്രഷർ. അത് മൈക്കോസിന്റെ സ്വാഭാവികമായ ആ സിംറ്റം വരികയാണെങ്കിൽ മൈക്കോസ് നമുക്ക് കൊടുക്കാം. കാരണം മൈക്കോസിന് ഏത് കണ്ടീഷനിലും ഇത് തന്നെ വരും, അതുകൊണ്ടാണ്. പിന്നെ കാൽക്കേരിയ ഫ്ലൂർ എന്ന് പറയുന്നത്, കാൽക്കേരിയ ഫ്ലൂർ നൈട്രമൂറിന് പറഞ്ഞ പോലെ തന്നെയാണ്. നൈട്രമൂറിന്റെ എല്ലാ സിംറ്റംസും കാണിക്കും. അതായത് ഗൗട്ടി എൻലാർജ്മെന്റ് ഓഫ് ജോയിന്റ്, പിന്നെ ക്രോണിക് സൈനോവൈറ്റിസ്, ക്രാക്കിംഗ് ഇൻ ജോയിന്റ്, ഇതെല്ലാം കാൽക്കേരിയ ഫ്ലൂറും കാണിക്കും. അപ്പൊ നൈട്രമൂർ ആണ് ഫ്ലൂർ ആണോ കൊടുക്കേണ്ടത്, നമ്മൾ ബാക്കി സിംറ്റംസിനെയും കൂടി ഒന്ന് അസസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് രണ്ടും ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക. പിന്നീടുള്ളത് കാലി സൾഫാണ്. കാലി സൾഫർ എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസിന്റെ വെയർ ദി പെയിൻ ഷിഫ്റ്റ്. അതായത് കാലി സൾഫ് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതി പൾസാറ്റിലായിട്ട് ചിന്തിക്കണം. പൾസാറ്റിലയുടെ ഒരു ഇത് വെറൈറ്റി തന്നെയാണ് കാലി സൾഫായിട്ട്. ആർത്രൈറ്റിസ് വെയർ ദി പെയിൻ ഷിഫ്റ്റ് ഫ്രം വൺ ജോയിന്റ് ടു അനദർ. ഒരു ജോയിന്റിൽ നിന്ന് വേറൊരു ജോയിന്റിലേക്ക്. ഞാൻ മുമ്പേ പറഞ്ഞു, നൈട്രൻ സൾഫ് എന്ന് പറയുമ്പോൾ റുമാറ്റിക് പെയിൻ സഡൻലി ഗോസ് ടു ഹാർട്ടാണ്. പക്ഷെ ഇത് ഒരു ജോയിന്റിൽ നിന്ന് വേറെ ജോയിന്റിലേക്ക് പോവുകയാണ്. അഗ്രിവേറ്റഡ് ബൈ ഹീറ്റ് ആണ്. അതുപോലെ ന്യൂറാൾജിക് പെയിൻ ബെറ്റർ ഇൻ കോൾഡ് ആപ്ലിക്കേഷൻ. തണുപ്പ് ചെന്ന് കഴിഞ്ഞാൽ കുറവുണ്ടാവുന്ന അവസ്ഥയാണ് കാലിഫോസ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പൾസാറ്റ് നോക്കാം, ഓപ്പൺ എയർ ഒക്കെ പറയുന്ന ആ രീതി തന്നെ ഇതിന് വരുന്നത്. കാലി സൾഫ് നല്ലൊരു മെഡിസിൻ ആണ്. അപ്പൊ അത്രയും കാര്യം കൊണ്ട് നമുക്ക് ആർത്രൈറ്റിസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ബോൺ ആൻഡ് ഇറ്റ്സ് ഡിസീസസിൽ. ബോൺ ആൻഡ് ഇറ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫറംബോസ് നമ്മൾ അടുക്കലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഓസ്റ്റിയൈറ്റിസ് അല്ലെങ്കിൽ പെരിയോസ്റ്റൈറ്റിസ്, ഹിപ്പ് ജോയിന്റ് ഡിസീസസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദി ഇൻഫ്ലമേഷൻ വിത്ത് കില്ലിനെസ്. കുളിരോട് കൂടി ഇൻഫ്ലമേഷൻ ഉണ്ടായി ഓസ്റ്റിയൈറ്റിസോ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ പെരിയോസ്റ്റൈറ്റിസോ എന്ത് വേണം അങ്ങനെ ഉണ്ടായി വരികയാണെങ്കിൽ നമുക്ക് ഫറംബോസ് ആണ് ആദ്യത്തെ മെഡിസിൻ. രണ്ടാമത് കാൽക്കേരിയ ഫോസ് ആണ്. കാൽക്കേരിയ ഫോസ് എന്ന് പറയുമ്പോൾ റിപ്പയർ ഓഫ് ഫ്രാക്ചർ ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റിപ്പയർ ഓഫ് ഫ്രാക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൾസറേഷൻ ഓഫ് ബോണിൽ അൾസറേഷൻ, ബോൺസിൽ അൾസറേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കോണ്ടൈൽസ് സൊള്ളൻ. നമുക്കറിയാം കോണ്ടൈൽസ് എന്ന് പറയുമ്പോൾ അത് പിന്നെ ബോൺസിന്റെ ഉണ്ടാകുന്ന കോണ്ടൈൽസ് വീർത്ത് വരിക അല്ലെങ്കിൽ ഇത് വരിക. പലപ്പോഴും നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വേദനയും നീർക്കെട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ അടുക്ക ഈ കേസുകൾ ധാരാളം വരുന്നതാണ്. കോണ്ടൈൽസ് കൊള്ളൻസ്. ബോൺ തിൻ ആൻഡ് ബ്രിറ്റില്, പെട്ടെന്ന് കട്ടി കുറഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന. നമ്മൾ ചിലപ്പോൾ ടി വിയിലൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്, ചില ആൾക്കാർ പെട്ടെന്ന് അയാളുടെ ബോണൊക്കെ പൊട്ടി വേഗം പോകുന്നു. പക്ഷെ നമ്മുടെ ഇടയ്ക്ക് ഇത് വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെയുള്ള കേസുകൾ കാൽക്കേരിയ ഫോഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പെയിൻ എലോൺ വിത്ത് സൂട്ടേഴ്സ് എന്ന് പറയുന്നത് ക്രേനിയൽ, പിന്നെ ദി പ്രൊജക്ഷൻ ഫോംഡ് ബൈ ദി യൂണിയൻ ഓഫ് ബോൺസ് ഇൻ ദി ക്രേനിയം. ക്രേനിയത്തിലുള്ള യൂണിയൻ, അതിനാണ് സൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിലെ ബോൺ ഇൻ തിൻ ആൻഡ് ബ്രിറ്റിൽ പെയിൻ എലോൺ ദി സൂട്ടേഴ്സ്. പിന്നെ ഉള്ളത് ഫിസ്റ്റുല അൾസർ ഓൺ ദി ആംഗിൾ. ഫിസ്റ്റുല അൾസർ എന്ന് നമ്മൾ പറയുമ്പോൾ ഫിസ്റ്റുല ഒത്തിരി തരത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താ? എ ഡീപ്പ് കാലസ് നാരോ ഹോൾ ഫോളോയിങ് ആബ്സസ് ഫോമിങ് അബ്നോർമൽ പാസേജ്. ഒരു അബ്നോർമൽ പാസേജിൽ നിന്ന് ഒരു നാരോ ഹോള് വഴി പസ് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ നാട്ടിൽ പറയുന്നത് ഭഗന്തരം, അല്ലെങ്കിൽ ചില നാടുകളിൽ ഇത് നീർക്കുഴൽ എന്നൊക്കെ പറയും. ഭഗന്തരം അല്ലെ നീർക്കുഴൽ. അപ്പൊ നമ്മൾ മനസ്സിലാവും, ഒരു അബ്നോർമൽ ഒരു ഇതില് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു വസ്തു പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ്. ഇതിന് നമ്മൾ പല പാറ്റേണിൽ ഫിസ്റ്റുല നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഫിസ്റ്റുല അവിടെ പറഞ്ഞു പോയത് വരുന്നത് ഇത് പിന്നീട് പറയാമെങ്കിൽ അതിന്റെ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫിസ്റ്റുല ആംഗിള് ഫിസ്റ്റുല വരുന്നതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ഫിസ്റ്റുല ഏനസിലാണെങ്കിൽ ഫിസ്റ്റുല പെൻട്രേറ്റിംഗ് ടു ദി സെല്ലുലാർ സബ്ജക്ട് എബൌട്ട് ദി ഏനസ് ഇൻടു ദി റെക്ടം. ഏനസിലോ റെക്ടത്തിലോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫിസ്റ്റുല ഏനസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫിസ്റ്റുല ഏനസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫിസ്റ്റുല എക്സ്റ്റേണൽ ഫിസ്റ്റുല, അതായത് ബ്ലൈൻഡ് എക്സ്റ്റേണൽ ഫിസ്റ്റുല എന്ന് പറയും. ഇത് പുറത്തേക്ക് മാത്രമേ തുറന്നിട്ടുണ്ടാവുള്ളൂ, ഉള്ളിലോട്ട് അതിന് തുറക്കം ഉണ്ടാവില്ല. പിന്നെ ബ്ലൈൻഡ് എന്റേണൽ ഫിസ്റ്റുല എന്ന് പറയും.
അത് ഉള്ളിലോട്ട് മാത്രമേ തുറക്കുള്ളൂ, പുറത്തോട്ട് തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ കംപ്ലീറ്റ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അകത്തേക്കും പുറത്തേക്കും തുറന്നിട്ടുള്ള ഫിസ്റ്റുലയാണ് കംപ്ലീറ്റ് ഫിസ്റ്റുല. ഇങ്ങനെ ഈ ഏനൽ ഫിസ്റ്റുല തന്നെ 3-4 തരത്തിലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിച്ചു വരുന്ന വേറൊരു കഴിഞ്ഞ് ഹോഴ്സു ഫിസ്റ്റുല എന്ന് പറയും. ഹോഴ്സു ഫിസ്റ്റുല എന്ന് പറയുന്നതിൽ കുതിരലാടം പോലെ പുറത്തേക്ക് 2 ദ്വാരവും അത് തമ്മിൽ യോജിച്ച് ഉള്ളിലേക്ക് ഒരു ദ്വാരവുമായിട്ട് വരുന്ന ഫിസ്റ്റുലയ്ക്കാണ് ഹോഴ്സു ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇടയ്ക്ക് ധാരാളമായിട്ട് നമ്മൾ കാണുന്ന ഫിസ്റ്റുല. ഈ കേസ് തന്നെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഫിസ്റ്റുല ഉണ്ട്. പിന്നെ ഫിസ്റ്റുല ലാക്രിമാലിസ് എന്ന് പറയും. കണ്ണുനീർ ഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കണ്ണുനീർ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഫിസ്റ്റുല ലാക്രിമാലിസ്. അപ്പൊ ഈ ഫിസ്റ്റുല എന്ന് പറയുന്ന 3-4 തരമുണ്ട്. അത് അവിടെ വരുമ്പോൾ ഞാൻ ഫിസ്റ്റുലയെ കുറിച്ചുള്ള ഡിസീസ് പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ ഫിസ്റ്റുല അങ്ങ് എന്താന്ന് പറഞ്ഞോളൂ. ഇവിടെ ഫിസ്റ്റുല നമുക്ക് പറയുന്നത് ഫിസ്റ്റുല അൾസേഴ്സ് ഓൺ ദി ആംഗിൾ ജോയിന്റ്. ആംഗിൾ ജോയിന്റിൽ ഇതുപോലെ ഫിസ്റ്റുല ഉണ്ടാകുന്ന കേസിലാണ് കാൽക്കേരിയ ഫോഴ്സ്. അപ്പൊ കാൽക്കേരിയ ഫോഴ്സ് ഒത്തിരി സിംറ്റം ഉണ്ട്. ഒന്ന് റിപ്പയർ ഇൻ ഫ്രാക്ചർ, അൾസറേഷൻ ഓഫ് ബോണ്ട്, ബോണ്ടെയിൽസ് സൊള്ളൻ, ബോൺസ് ആൻഡ് ബ്രിറ്റിൽ ആൻഡ് തിന്ന്, പെയിൻ അലോൺ ദി സൂട്ടേഴ്സ്, ഫിസ്റ്റുല അൾസേഴ്സ് ഓൺ ദി ആംഗിൾ ജോയിന്റ്. ഇത്രയും കാണുമ്പോൾ കാൽക്കേരിയ ഫോഴ്സ് നമ്മുടെ പിക്ചർ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് നമ്മുടെ അടുക്ക വരുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദി മെനിഞ്ചസ് ആൻഡ് കോസ്ഡ് ബൈ മെനിഞ്ചോകോക്കസ്. അതായത് പല കാര്യങ്ങളുണ്ട്. മെനിഞ്ചോകോക്കസ് ഉണ്ടാകാം, ട്യൂബർക്കുലർ ബാസിലസ് ഉണ്ടാവാം, ന്യൂമോകോക്കസ് ഉണ്ടാകാം, സെപ്റ്റോകോക്കസ് ഉണ്ടാവാം, സ്പൈറോ ഉണ്ടാവാം. അപ്പൊ ഇത്രയും സിംറ്റം ആയിട്ടാണ് നമ്മുടെയൊക്കെ ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് വരുന്നത്. പക്ഷെ നമ്മുടെ അടുക്ക വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? സിവിയർ ഹോസ്പിറ്റൽ ഹെഡേജ്, നല്ല പുറത്ത് നല്ല പുറകിൽ നല്ല തലവേദന, റിജിഡിറ്റി ഓഫ് ദി നെക്ക്, റിജിഡിറ്റി ഓഫ് ദി നെക്ക്, അതായത് വശത്തേക്ക് നമ്മുടെ നെക്ക് ഇങ്ങനെ ഡിപ്ലോപ്പിയ, ഡബിൾ വിഷൻ, അത് അതിന്റെ സ്ക്വിന്റ്. ഇത്രയും കാര്യങ്ങൾ സ്ക്വിന്റ് എന്നൊക്കെ അത് നേരത്തെ ഇല്ലാത്ത ഒരാൾക്ക് സ്ക്വിന്റ് വരികയും ബാക്കിൽ പേര് വരികയും പിന്നെ റിജിഡിറ്റി നെക്ക് കാണുകയും നല്ല പനി ഉണ്ടായിട്ടും ഛർദി ഉണ്ടായിട്ടും വരുന്ന കേസുകളിൽ ഉടനെ നമ്മൾ മെനിഞ്ചൈറ്റിസ് സസ്പെക്ട് ചെയ്യണം. അത് മെനിഞ്ചൈറ്റിസ് ആയിരിക്കണമെന്നില്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ നമ്മൾ പോകണം. പക്ഷെ മെനിഞ്ചൈറ്റിസ് ആവണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ മെനിഞ്ചൈറ്റിസ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കൊടുക്കാവുന്ന ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എല്ലാം പറഞ്ഞാൽ ഏത് കേസിലും ഫസ്റ്റ് സ്റ്റേജിൽ കൊടുക്കുന്ന പറമ്പിസ് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്നത് കാൽക്കേരിയ ഫോഴ്സ് ആണ്. അതായത് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്ന ഒരു കുഴപ്പം വെച്ചാൽ ഹൈഡ്രോസ്കഫാലിക് കണ്ടീഷൻസ് ആൻഡ് അക്യൂട്ട് ആൻഡ് ക്രോണിക്. ഹൈഡ്രോസ്കഫാലിക് കണ്ടീഷൻസ് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞാൽ ഈ മെമ്പറൈൻ ഉത്പാദിപ്പിക്കുന്ന പിന്നെ ഫ്ലൂയിഡ് അബ്സോർവ് ചെയ്യാതെ അത് തലച്ചോറിനകത്ത് കെട്ടിക്കിടന്നിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് അതിനെ അബ്രോട്ട് ചെയ്യാൻ, അത് ഉണ്ടാകാതിരിക്കാനായിട്ട് കൊടുക്കാവുന്ന മെഡിസിനാണ് കാൽക്കേരിയ ഫോഴ്സ്. അഥവാ അത് മിക്കവാറും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അത് അബോർട്ട് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കും. ഇനി ഓൾറെഡി ഡെവലപ്പ് ചെയ്തു അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ചെലവ് ചെയ്തുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാൽക്കേരിയ ഫോഴ്സിനെ ആൾട്ടർനേറ്റ് ചെയ്ത് അർജന്റൻ നൈട്രികം ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഹോമിയോപ്പതിക് മെഡിസിൻ അർജന്റൻ നൈട്രികം നമ്മളിവിടെ ശ്രദ്ധിക്കണം. കാൽക്കേരിയ ഫോഴ്സിനോട് ആൾട്ടർനേറ്റ് ചെയ്ത് അർജന്റൻ നൈട്രികം കൊടുക്കാം. പിന്നെയുള്ളത് മെനിഞ്ചൈറ്റിസ് കൊടുക്കാനുള്ള മെഡിസിൻ കാലിഫോസ് ആണ്. കാലിഫോസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻസ് ഓഫ് ദി ബ്രെയിൻ, അതായത് ചതവ് തട്ടുക എന്ന് നമ്മൾ പറയും. ചതവ് തട്ടിയുള്ള സ്ലീപ്ലെസ്നെസ് ആൻഡ് സൂപ്പർ, അതായത് ഉറക്കക്കുറവുണ്ടാവും, മയങ്ങിയിരിക്കും കിടക്കുക, മെമ്മറി കൺഫ്യൂസ്ഡ്, അതായത് മെമ്മറി ചിലപ്പോൾ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പറയുന്ന അവസ്ഥ, ബ്രെയിൻ സോഫ്റ്റനിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻസ് കൂടെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുക്ക വരുമ്പോൾ കേസില് കാലിഫോസ് കൊടുക്കുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ, സ്ലീപ്ലെസ്നെസ്, സ്റ്റൂപ്പർ, മെമ്മറി കൺഫ്യൂസ്ഡ്, ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് കാലിഫോസ്. നൈട്രൻ സൾഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഫ്റ്റർ ഇഞ്ചുറി ഓഫ് ദി ഹെഡിൽ നൈട്രൻ സൾഫർ ആണ് ഏറ്റവും ഫസ്റ്റ് മെഡിസിൻ. എല്ലാ കേസിലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നൈട്രൻ സൾഫർ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചുറിക്ക് ശേഷമാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടായിട്ടുള്ളത്. മെന്റൽ ഡിസോർഡേഴ്സ് ആണ് അതിന്റെ പ്രധാനമായ ഇൻഡിക്കേഷൻ. സാധാരണയിൽ നിന്ന് മെന്റലി ഡിസോർഡർ ആയിരിക്കുന്ന കേസിലാണ് നൈട്രൻ സൾഫർ നമുക്ക് ഇവിടെ ആക്ട് ചെയ്ത് വരിക. അതോടൊപ്പം തന്നെ
ഇന്റൻസ് ക്രഷിങ് പെയിൻ ആണ്. ക്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ എന്താ പറയാ, ഇത്തി എങ്ങനെ എടുക്കുന്ന പോലെ, ക്രസ്റ്റർ ഉപയോഗിക്കുന്ന പോലെ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ പറയാം. അങ്ങനെ ക്രഷിങ് പെയിൻ ആണ് ഓസിപ്പിറ്റിൽ സാധാരണ വരുന്നത്. പിന്നെ ഉള്ളത് കാൽക്കേരിയ ഫ്ലൂർ ആണ്. കാൽക്കേരിയ ഫ്ലൂർ പ്രൊഡ്യൂസ് ഹെമറ്റോമ, അതായത് സോൾഡിങ് ഫിൽഡ് വിത്ത് ബ്ലഡ് എന്ന് പറയുന്നതാണ് ഹെമറ്റോമ. അങ്ങനെ ഹെമറ്റോമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ മെനിഞ്ചൈറ്റിസിൽ ഹെമറ്റോമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് കാൽക്കേരിയ ഫ്ലൂറിന്റെ ഉപയോഗം വരിക. പിന്നെ മൈഫോസ് കൊടുക്കേണ്ട സമയം ട്രബിൾസം ആഫ്റ്റർ മെനിഞ്ചൈറ്റിസ് ഇൻ ദി സൈറ്റ്, അതായത് മെനിഞ്ചൈറ്റിസ് വന്നതിന് ശേഷം കണ്ണിന് ബുദ്ധിമുട്ടും സൈറ്റിൽ പ്രോബ്ലം വരുന്ന കേസിലാണ് ഇവിടെ മൈഫോസ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല പേരുകളിലും ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുമ്പോൾ ചെവിക്ക് പ്രോബ്ലം, കണ്ണിന് പ്രോബ്ലം ഒക്കെ ആയിട്ട് വരാറുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്കത് തുടങ്ങുന്ന കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ അതിനുശേഷം പിന്നെ ക്രീനിയൽ നെർവ്സ് ഒക്കെ ആയതുകൊണ്ട് കുറെ പഴകിയിട്ടാണെങ്കിൽ നമ്മൾ ആ കേസൊക്കെ ഉഴപ്പി വിടുക തന്നെയായിരിക്കും നല്ലത്. നമ്മുടെ ഇതിനു വേണ്ടി നമുക്ക് അത്ര പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആദ്യമൊക്കെയാണ് വരികയാണെങ്കിൽ ട്രബിൾസ് സൈറ്റ് ആഫ്റ്റർ മെനിഞ്ചൈറ്റിസ് മാഗ്നീഷ്യം ഫോഴ്സ് ആണ്. പിന്നെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ദി മ്യൂക്കസ് മെമ്പറൈൻ ഓഫ് ദി എയർ ട്യൂബ്സ് ഓഫ് ദി ലങ്സ് ഈസ് ടേംഡ് ബ്രോങ്കൈറ്റിസ്. ഡെഫിനിഷൻ ക്ലിയർ ആണ്. അക്യൂട്ട് ഫോം ആർ അറ്റൻഡഡ് വിത്ത് ഫീവർ, ഹെഡേക്ക്, ചെസ്റ്റ് പെയിൻ, hoarse cough, breathing difficulty, wheezing, respiration, sore throat and symptoms common cold. In favorable case, the disease begins to decline within a week. സാധാരണ മാറും. ക്രോണിക് കേസസ് ആയിട്ട് മാറുവാണെങ്കിൽ ലാസ്റ്റ് ഫോർ മന്ത്സ് ആൻഡ് ഇയേഴ്സ് വിത്ത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആൻഡ് കഫ്. അങ്ങനെയാണ് ഇത് ക്രോണിക് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ. It has not the severe symptoms of acute ഫോം പോലെ സിവിയർ സിംറ്റം ഒന്നും ഉണ്ടാകില്ല. പക്ഷെ ഒരു ഏങ്ങലെന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് വരുന്ന കേസുകളാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. ക്രോണിക് ബ്രോങ്കൈറ്റിസും വരാം. അപ്പൊ കാപ്പിലറി ഇപ്പൊ അക്യൂട്ട് ആണോ ക്രോണിക് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം, കാപ്പിലറി ബ്രോങ്കൈറ്റിസ് യങ് ചിൽഡ്രൻസിൽ ഉണ്ടാകുന്ന കാപ്പിലറി ബ്രോങ്കൈറ്റിസ് ഫറംബോസ് ആണ്. ചില്ലിനെസ്, ഫീവർ, റാപ്പിഡ് ബ്രീത്തിങ്, പെയിൻഫുൾ കഫ് അതിനെ അസോസിയേറ്റ് ചെയ്തത്. അപ്പൊ ഫെറംബോസ് കാപ്പിലറി ബ്രോങ്കൈറ്റിസ് ഓഫ് യങ് ചിൽഡ്രൻ, ചില്ലിനെസ്, ഫീവർ, റാപ്പിഡ്ലി ബ്രീത്തിങ്, പെയിൻഫുൾ കഫ്, ഇത്രയാണ് അതിന്റെ അവസ്ഥ. കാലിമൂറിലേക്ക് പോകുമ്പോൾ വൈറ്റ് കോട്ടഡ് ടങ്, കഫ് വിത്ത് തിക്ക് വൈറ്റ് പ്ലം എന്ന് പറഞ്ഞാൽ കഫന്നതിന് അർത്ഥമുള്ളൂ. വീസിങ് റെയിൽസ്, ലോസ് ഓഫ് വോയിസ്, ഹോഴ്സിനെസ്, ഇത്രയും വരുമ്പോൾ കാലിമൂറായി. കാലിസൾഫ് ആണെങ്കിൽ യെല്ലോ വാട്ടറി പ്രൊഫ്യൂസ് എക്സ്പെക്ടറേഷൻ, വേഴ്സ് ഹോട്ട് അറ്റ്മോസ്ഫിയർ, യെല്ലോ കോട്ടഡ് ടങ്, റാറ്റ്ലിംഗ് ഇൻ മ്യൂക്കസ് വിത്ത് കഫ്, അങ്ങനെ വരുമ്പോൾ കാലിസൾഫായി. നൈട്രമൂർ ആകുമ്പോൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ്, വിന്റർ കഫ്, വിന്ററിലാണ് കൂടുതലായിട്ട് വരിക. ഫ്ലട്ടറിങ് ഓഫ് ഹാർട്ട്, ബെറ്റർ ഓപ്പൺ എയർ, ക്ലിയർ വാട്ടറി ഫോർത്തി എക്സ്പെക്ടേഷൻ. ആ ഫോർത്തി എക്സ്പെക്ടേഷന് വലിയ പ്രാധാന്യം. ഫോർത്തി ആണെങ്കിൽ മിക്കവാറും നൈട്രമൂർ എപ്പോഴും വരാം. പിന്നെ നൈട്രോസൾഫിലേക്ക് പോവുകയാണെങ്കിൽ ആസ്മാറ്റിക് കഫ്, പേഷ്യന്റ് ഹോൾഡ് ദി ചെസ്റ്റ് ഇൻ ദി കഫിങ്, തിക്ക് ഗ്രീനിഷ് പ്രൊഫ്യൂസ് എക്സ്പെക്ടറേഷൻ, ആസ്മ ഇൻ ചിൽഡ്രൻ ആൻഡ് കോൾഡ് റെയിനി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നൈട്രോസൾഫ്, ആസ്മാറ്റിക് കഫ്, പേഷ്യന്റ് ഹോൾഡ് ചെസ്റ്റ്, അതാണ് ഒരു പ്രധാനം. ഹോൾഡിൽ എപ്പോഴും ചെസ്റ്റിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ചുമയ്ക്കുക എന്നുള്ളത്. വേഴ്സ് ഡാമ്പ് വെതർ, തിക്ക് ഗ്രീനിഷ് പ്രൊഫ്യൂസ് എക്സ്പെക്ടറേഷൻ, ആസ്മ ഇൻ ചിൽഡ്രൻ, കോൾഡ് റെയിനി വെതറിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മയ്ക്കൊക്കെ ഇത് നമുക്ക് ശ്രദ്ധിക്കപ്പെടാം നൈട്രോസൾഫ്. കാൽക്കേരിയ ഫോസ് എന്ന് പറയുമ്പോൾ പ്രൊഫ്യൂസ് ലൈക്ക് വൈറ്റ് ഓഫ് എഗ് എക്സ്പെക്ടറേഷൻ, അതായത് ധാരാളം മുട്ടയുടെ വെള്ള പോലെ ധാരാളം എക്സ്പെക്ടേഷൻ ഉണ്ടാവും. മുട്ടയുടെ വെള്ളം ഇതിനെ പറയുന്നത് നമ്മുടെ ബുക്കുകളിലൊക്കെ പറയുന്ന ആൽബുമിനസ് എക്സ്പെക്ടേഷൻ എന്നാണ്. ആൽബുമിനസ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം മുട്ടവെള്ളം പോലെ ധാരാളം എക്സ്പെക്ടേഷൻ. അതിനാണ് കാൽക്കേരിയ ഫോസ്. പിന്നെ കാൽക്കേരിയ സൾഫിലേക്ക് നമ്മൾ വരുമ്പോൾ യെല്ലോ എക്സ്പെക്ടേഷൻ മിക്സ്ഡ് വിത്ത് ബ്ലഡ്, അവിടെയാണ് നമ്മൾ കാൽക്കേരിയ സൾഫിനെ കുറിച്ച് ചിന്തിക്കുക.
യെല്ലോ എക്സ്പെക്ടേഷൻ മിക്സ്ഡ് വിത്ത് ബ്ലഡ്. സൈലീഷ്യ എന്ന് പറയുമ്പോൾ പസ് ലൈക്ക് എക്സ്പെക്ടേഷൻ, കഫ് വേഴ്സ് ഫ്രം കോൾഡ് ആൻഡ് ബെറ്റർ ബൈ വാംത്, ഡീപ്പ് സീറ്റഡ് പെയിൻ ഇൻ ചെസ്റ്റ്. അതാണ് സൈലീഷ്യ നമ്മൾ തിരിച്ചെടുക്കുന്നത്, ഡീപ്പ് സീറ്റ് പെയിൻ ഇൻ ചെസ്റ്റ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ബ്രോങ്കൈറ്റിസ് നമുക്ക് ഒരുമാതിരിയൊക്കെ നമ്മുടെയൊക്കെ വരുന്നതൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ബേൺസ് ആൻഡ് സ്കാൽഡ്. ബേൺസ് ആൻഡ് സ്കാൽഡ് എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം കൊണ്ടും ആവി കൊണ്ടും ഉണ്ടാകുന്ന പൊള്ളലിനെയാണ് സ്കാൽഡ് എന്ന് പറയുന്നത്. ബേൺസും സ്കാൽഡും തമ്മിലുള്ള വ്യത്യാസം, സ്കാൽഡ് ആവി, ചൂടുവെള്ളം ഇതുകൊണ്ടുള്ള പൊള്ളലിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഫറംബോസ് എന്ന് പറയുന്ന മെഡിസിൻ, ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഷോക്ക്. നമുക്കറിയാം, ഒരു പൊള്ളൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ഷോക്കാണ്. ആ ഷോക്കിനാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഷോക്ക്, ഇൻഫ്ലമറ്ററി സ്റ്റേജ് വിത്ത് ഹീറ്റ് ആൻഡ് പെയിന്, ഇന്റേണൽ ആയ എക്സ്റ്റേണൽ ഫറംബോസ് കൊടുക്കുക. ഇങ്ങനെ ഇന്റേണലും എക്സ്റ്റേണലും ഫറംബോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ കൊടുക്കുക, ഫറംബോസ് പുറമേ കൊടുക്കുക, സൊല്യൂഷനായിട്ട് പുറമേ ഇട്ട് കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറമേ ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിൽ നനച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അത് ഫറംബോസ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ബ്ലിസ്റ്റർ ഫോം ചെയ്തു കഴിഞ്ഞു, സപ്പുറേഷൻ ആൻഡ് അൾസറേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ദർ ഇസ് ദി ബെസ്റ്റ് റെമഡി വെൻ ദി സ്കിൻ ഈസ് സ്കാൽഡഡ്, അപ്ലൈ കാലിമൂർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. രണ്ടാമത്തെ സ്റ്റേജില് ബ്ലിസ്റ്റർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് അൾസർ ആയി വന്നു കഴിഞ്ഞാൽ കാലിമൂറാണ്, അതും ഇന്റേണലി എക്സ്റ്റേണലി കൊടുക്കാൻ പറയും. അത് ഒട്ടുമിക്ക കേസുകളിലും എൻ്റെ അഭിപ്രായത്തിൽ സ്കാൽഡിങ് അല്ലെ ബേൺസിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ ഈ കാലിമൂർ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള കേസുകൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പൊ കാലിമൂർ നല്ലൊരു മെഡിസിനാണ്. പിന്നെ കാൽക്കേരിയ സൾഫ് എന്ന് പറഞ്ഞാൽ സപ്പറേഷൻ, ഈ ഇത് പിന്നെ പഴുപ്പ് ആരംഭിച്ച് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട മെഡിസിനാണ് കാൽക്കേരിയ സൾഫ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ പൊള്ളല് ബേൺസും ഒക്കെ വരുന്നതനുസരിച്ച് 3 മെഡിസിൻ നമ്മുടെ അടുത്ത് വരുന്നുള്ളൂ, ഫറംബോസ്, കാലിമൂർ, കാൽക്കേരിയ സൾഫ്. അതിനുശേഷം ഇനിയിപ്പോൾ ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ദി റാഷ് കൺസിസ്റ്റിംഗ് ഓഫ് സ്മോൾ റാപ്പിഡ് റെഡ് സ്പോട്ട് appears on the first day of the fever. The rash consisting of small red spot appears on the first day of the fever. The eruptions first appear on the back. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Eruptions appear in the back, chest and thereafter the face and limbs. അപ്പൊ ശരിക്കും ആദ്യം പുറത്തുണ്ടാവും, പിന്നെ ചെസ്റ്റിൽ ഉണ്ടാവും, അതിനുശേഷമാണ് ബാക്കി ഭാഗങ്ങളിലേക്ക് ഇത് വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ 24 to 48 hours the spot become raised vesicles containing a fluid. വെസൈക്കിൾ ആയിട്ട് ഫോം ചെയ്യും. ഇതിന്റെ ഏറ്റവും പ്രധാനം, ഇത് റാഷ് ഹാസ് ക്യാരക്ടറിസ്റ്റിക് സെൻട്രിപീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻസ് പറയും. സെൻട്രിപീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, മോർ ദി തൈ താൻ ദി ലെഗ്, മോർ ദി തൈ താൻ ദി ലെഗ്, മോർ ഓൺ ദി ട്രങ്ക് ഓൺ ദി ഫേസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തൈയിലായിരിക്കും കൂടുതൽ കാലിനേക്കാളും, ട്രങ്കിലായിരിക്കും കൂടുതൽ ഫേസിനേക്കാളും, ആ രീതിയിൽ അല്ലെ അപ്പർ ലിംബിനേക്കാളും എന്നുള്ള രീതിയിലാണ് സെൻട്രിഫൈസ്ഡ് ഇത് പറയാം. അങ്ങനെയുള്ള സെൻട്രിപീറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന് വരുന്നത്. പിന്നെ ഡിഫറെന്റ് സ്റ്റേജിൽ, എല്ലാ സ്റ്റേജുകളിലും ഡിഫറെന്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് പാപ്യൂൾസ്, വെസൈക്കിള്, പസ്റ്റ്യൂള് ആൻഡ് സ്കാബ്സ് ആർ സീൻ ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി ബോഡി അറ്റ് ദി സെയിം ടൈം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിക്കമ്പോസിന്റെ ഒരു പ്രത്യേകത. ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ സ്മോൾ പോക്സിലാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് വരും എന്നുള്ളതാണ് സ്മോൾ പോക്സുമായിട്ടുള്ള വ്യത്യാസം. ഇത് സ്മോൾ പോക്സ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ വായിച്ച് കേട്ടുള്ളായിരുന്നു. പിന്നെ വെസൈക്കിൾ സൂൺ ഡ്രൈ അപ്പ് ആൻഡ് സ്കാബ്സ് ഫാൾ ഓൺ ലിവിങ് നോ സ്കാർ അൺലെസ് ഇറപ്ഷൻസ് ആർ സ്ക്രാച്ച്ഡ്. ഇറപ്ഷൻസ് ചൊറിഞ്ഞു പൊട്ടിക്കുന്നില്ലെങ്കിൽ ഒരു സ്കാറും അതിന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫറംബോസ്, കാലിമൂറ്, കാലി സൾഫ് ആൻഡ് പ്രിൻസിപ്പൽ റെമഡീസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫറംബോസ്, കാലിമൂറ്, കാലി സൾഫ്.
ആൻഡ് ഇത് ആൾട്ടർനേറ്റ് ചെയ്യുകയോ പിന്നെ അതല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായി നമ്മൾ സിംറ്റം നോക്കി കൊടുക്കുകയോ ചെയ്യാം. പിന്നെ ഉള്ളത് കറ്റാരക്. കറ്റാരക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് an affections of the mucous membrane with increasing mucus secretion and general derangement of catarrh may be അത് ഐസ്, നോസ്, മൗത്ത്, ത്രോട്ട്, ബ്രോങ്കിയൽ ട്യൂബ്, സ്റ്റൊമക്ക്, ബവ്വല്, ബ്ലാഡർ, യൂറിത്ര, ഉമ്പ്, എവിടെയാണെങ്കിലും കറ്റാർജ് വരാം. ഇറ്റ് ഈസ് ആൻ അഫക്ഷൻസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ വിത്ത് ഇൻക്രീസ് മ്യൂക്കസ്. അതാണ് കറ്റാർജ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഫെറംബോസ് ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ഫെറംബോസ് ഉപയോഗിക്കാം വിത്ത് ഫീവർ ആൻഡ് പെയിൻ വരികയാണെങ്കിൽ. വൈറ്റ് കോട്ടഡ് ടങ്ക്, തിക്ക് വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ കാലി മൂറ് ഉപയോഗിക്കാം. വാട്ടറി ട്രാൻസ്പെറന്റ് ഡിസ്ചാർജ് ഫോർത്ത് മ്യൂക്കസ് സ്നീസിങ് ഉണ്ടെങ്കിൽ നൈട്രമൂർ ഉപയോഗിക്കാം. കാൽക്കേരിയ ഫോസ് ഡിസ്ചാർജ് ട്രാൻസ്പെറന്റ് ആൻഡ് തിക്ക് ലൈക്ക് വൈറ്റ് എഗ് ആണെങ്കിൽ കാൽക്കേരിയ ഫോസ് ഉപയോഗിക്കാം. കാലി സൾഫ് ആണെങ്കിൽ സെക്രീഷൻ തിൻ യെല്ലോ ആൻഡ് സ്ലൈമി പേഴ്സ് ഇൻ ഈവനിങ് എന്നുള്ളതാണ് കാലി സൾഫ്. നൈട്രൽ സൾഫ് ആണ് സെക്രീഷൻ ഓഫ് ഗ്രീനിഷ് മ്യൂക്കസ് കറ്റാരൽ ഡ്യൂ ടു ഡാംബനസ്. സൈലീഷ്യ പെറ്റിഡ് ഒഫൻസീവ് ഡിസ്ചാർജ്. കാലിഫോസ് പ്യൂർലന്റ് ഡിസ്ചാർജ് വിത്ത് മറ്റ് എക്സ്യൂഷൻസ്. ഇപ്പൊ ഇത്രയും ഒത്തിരി മെഡിസിൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഓരോ ഭാഗത്തും നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് എടുക്കാവുന്നുള്ളൂ. ഇതിന്റെ ഉള്ളത് അടുത്തത് കോൾഡ് ആൻഡ് കൊറൈസ. കോൾഡ് ആൻഡ് കൊറൈസ എന്ന് ഉദ്ദേശിക്കുന്നത് കറ്റാർജ് ഓഫ് ദി ലൈനിങ് മെംബ്രെയിൻ ഓഫ് ദി ബ്ലഡ് വെസൽസ്, വെയിൻ ടിഷ്യൂസ് ഓഫ് ദി ബ്ലഡ് വെസൽസ്, വെയിൻ ടിഷ്യൂസ് ആൻഡ് ഗ്ലാൻസ് സറൗണ്ടിങ് ദി നേഷൽ ക്യാവിറ്റി ഈസ് കോൾഡ് കോൾഡ് ഇൻ ഹെഡ്. കോൾഡ് ഇൻ അല്ലെങ്കിൽ കൊറൈസ എന്ന് പറയുന്നത് കറ്റാർജ് ഓഫ് ദി ലൈനിങ് മെംബ്രെയിൻ ഓഫ് ദി ബ്ലഡ് വെസൽ, വെയിൻ ടിഷ്യൂസ് ആൻഡ് ഗ്ലാൻസ് surrounding the nasal cavity is called cold in head. It may manifest acute and chronic. രണ്ട് തരത്തിൽ ഇതുണ്ടാവാം. ഡ്രഗ് പോയിസണിങ്, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, സഡൻ ചേഞ്ച് ഓഫ് വെറ്റ് ടു കോൾഡ് ആർ ദി കോസസ്. കറ്റാർജ് ട്രീറ്റ്മെന്റ്, കറ്റാറിന് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് തന്നെയാണ് കോൾഡിന് നമ്മൾ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കും. അത് ഞാൻ ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല, സമയം ഒന്നാമത്തെ കുറഞ്ഞു പോവാണ്. അടുത്ത ഒരെണ്ണം കൊണ്ട് ഞാനിവിടെ നിർത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. അടുത്തത് നമ്മൾ കോളറയിലേക്ക് പോവാണ്. കോളറ ഇപ്പം നമുക്ക് അവിടെ തിരുവനന്തപുരത്തൊക്കെ കുറേശ്ശെ വരുന്നുണ്ടെന്ന് പറയുന്നത്. കോളറ 3 ഉണ്ട്. കോളറ എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് കോളറ എന്ന് പറയുന്നത് കോമ ബാസിലസ് ഉണ്ടാക്കുന്ന ഈ രോഗം സാധാരണ അതിസാരത്തോടു കൂടി ആരംഭിച്ച് മലത്തിലെ നിറം വെളുത്ത് കഞ്ഞിവെള്ളം പോലെ ആയിത്തീരുകയും അതിൻ്റെ കൂടെ ധാരാളമായി അതിസാരം ഉണ്ടാവുകയും ചെയ്യും. കൂടെ ധാരാളമായി അതിസാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ഷീണം പെട്ടെന്ന് വർദ്ധിച്ച് രോഗി തളർന്നു പോകുന്നു. പിന്നീട് മലം അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയും മൂത്രം കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനോടുകൂടി തീരാ ദാഹം, നെഞ്ചിൽ ബിംബിഷ്ടം, കാലിലും ഉടലിലും ഉള്ള മാംസപേശികൾ കയറ്റം, കണ്ണ് കൊഴിഞ്ഞ് കവിളൊട്ടി മൂക്ക് നീണ്ട് രോഗിയുടെ മുഖം പ്രാകൃതവും ഭയങ്കരവുമായിരിക്കുക. അലക്കുകാരുടെ കൈ പോലെ ദേഹത്തെ തൊലി ചുരുങ്ങിയിരിക്കുക ചെയ്യും. ചുണ്ടുകളും കൈകാലുകളുടെ അഗ്രങ്ങളും ജനനാവയങ്ങൾക്കും ഇവയെല്ലാം നീല നിറമാകും. പൾസും ഹൃദയമിടിപ്പും മന്ദഗതിയെ പ്രാപിക്കും. ദേഹമാസകലം മഞ്ഞുകട്ട പോലെ തണുക്കും. ഈ വക ലക്ഷണങ്ങളെല്ലാം കുറെ മണിക്കൂറുകൾക്കകം ഉണ്ടായി രോഗം മരിക്കാനുള്ള സാധ്യതയുണ്ട്. സുഖമാകുന്ന പക്ഷം പെട്ടെന്ന് രോഗം മാറും. അങ്ങനെ മാറി വരുന്ന രോഗികളിൽ ടൈഫോയിഡ്, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, മംസ്, പ്ലൂറസി മുതലായ രോഗങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടായി. ചിലപ്പോൾ ഇതും മരണകാരണമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞ ഏഷ്യാറ്റിക് കോമ ബാസിലസിൽ നിന്നുണ്ടാവുന്നതാണ്. ഇത് വളരെ സിവിയർ സിംറ്റം ഒക്കെയാണ്. ഇതിന് സാധാരണ ഇപ്പൊ നമ്മുടെ അടുക്കലൊന്നും എത്ര കേസുകൾ മുമ്പ് വരുന്നില്ലാത്തതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്താണെന്ന് പറഞ്ഞ് മാത്രം വെച്ച് പോവുക. പിന്നെ കോളറ മോർബസ് എന്ന് പറയുന്ന മെഡിസിൻ അതുകൊണ്ട് ഈ രോഗം അർദ്ധരാത്രി കഴിഞ്ഞ് പെട്ടെന്ന് ആരംഭിച്ച് ഛർദി, അതിസാരം, വയറ്റിൽ നോവ്, കൈകാലുകളുടെ മാംസപേശികൾ ഉരുണ്ടു കയറുക, ക്ഷീണം, തണുപ്പ് പ്രധാന ലക്ഷണങ്ങളായിട്ടിരിക്കും. കഠിനമായ ദാഹവും ധാരാളം ഛർദിയും ഉണ്ടാവും. അതിസാരം ആദ്യം മഞ്ഞ നിറത്തിലും പിന്നീട് വെളുത്ത ദുർഗന്ധം കൂടാതെ മിക്കവാറും കഞ്ഞി പൊള്ളലും ആയിരിക്കും.
വേനൽക്കാലത്ത് ഉഷ്ണം കൊണ്ടാണ് ഇത് അധികം ഉണ്ടാകുന്നത്. മറ്റു കാലങ്ങളിൽ ഇത് വിരളമായി ഉണ്ടാവാറുള്ളൂ. കോളറ ഏഷ്യാറ്റിക്ക പോലെ ഇത് അത്ര കാഠിന്യമുള്ളതോ മരണകാരണവുമാകുന്നില്ല. കോളറ മോർബസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ വേനൽക്കാലങ്ങളിൽ ധാരാളം വരുന്നതാണ്. അത് തന്നെ സിമ്പിൾ കേസാണ്. ഏഷ്യാറ്റിക് കോളറ പോലെ സിവിയർ ഒന്നും അല്ല. സിവിയർ സിംറ്റംസും ഒന്നും കാണത്തില്ല. ആ കോളറയുടെ സിംറ്റം ഒക്കെ ഏതാണ്ട് ഈ പറഞ്ഞ സിംറ്റം ഒക്കെ കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാവുന്ന കേസാണ്. പിന്നെ കോളറ ഇൻഫന്റം. കോളറ ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഉണ്ടാകുകയും കുട്ടികളുടെ മരണത്തിന് പ്രധാന കാരണവുമായിരിക്കുന്ന ഒരവസ്ഥയാണ് കോളറ ഇൻഫന്റ്. കോളറ മോർബസ് പോലെ അതിസാരം, ഛർദി എന്നിവയോട് കൂടി ജീവശക്തിയെ പെട്ടെന്ന് തളർത്തിക്കളഞ്ഞ് ദേഹത്തിൽ ധാരാളം വെള്ളം പോകുന്നതിൽ മൂത്രം കുറഞ്ഞു പോവുകയും യുറേമിയ എന്ന രോഗം ഉണ്ടാവുകയും, യുറേമിയ എന്ന് പറഞ്ഞ മൂത്രത്തിലെ വിഷം തലച്ചോറിനെ ബാധിച്ച് അബോധാവസ്ഥ, മയക്കം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് യുറേമിയ. ഇതാണ് മരണകാരണത്തിനുള്ള കാരണം. അപ്പൊ കോളറ ഇൻഫന്റവും കോളറ ഏഷ്യാറ്റിക് കോളറയും വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. കോളറ മോർബസിനകത്ത് തന്നെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇത് ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതിന് എല്ലാ ഔഷധങ്ങളും 3x പൊട്ടൻസിയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം 6x ഒക്കെ ആണെങ്കിൽ ഇവിടെ 3x പൊട്ടൻസി ആവുള്ളൂ. ഫെറം 3x, ഫിവർ വിത്ത് വാട്ടറി ബ്ലഡി സ്റ്റൂള്. ഗാലിഫോസ് പ്യൂട്രിഡ് കണ്ടീഷൻസ്, റൈസ് വാട്ടർ ഒഫൻസീവ് എവാക്യുവേഷൻ, വീക്ക് പൾസ്, പ്രോസ്ട്രേഷൻ. ഗാലിഫോസ് 3x. മൈഫോസ് ക്രാമ്പ് ഇൻ ലിംസ്, കോളിക്, കൺവൽഷൻ, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ വിത്ത് സ്പാസംസ്. നൈട്രൽ സൾഫർ ചീഫ് റെമഡി ഫോർ റെച്ചിങ് ദി പെയിൻഫുൾ അറ്റംപ്റ്റ്സ് ആൻഡ് റെച്ചിങ് എന്ന് പറയുന്നത് ഇത് പെയിൻഫുൾ അറ്റംപ്റ്റ് ആൻഡ് സ്ട്രെയിൻ ടു വൊമിറ്റ് ചെയ്യാനുള്ള ആ സ്ട്രെയിനിനെയാണ് നമ്മൾ റെച്ചിങ് എന്ന് പറയുന്നത്. അല്ലെ ഉഴപ്പെന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വന്ന് പറയും, ഉഴപ്പെന്ന് പറയും. ഇത് ഉണ്ടാകുന്നത് നൈട്രൽ സൾഫിന് അതാ റെച്ചിങ് ആൻഡ് വോമിറ്റിങ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹോമിയോ മെഡിസിന് ഇപ്പിക്കാക്ക് ആൾട്ടർനേറ്റ് ചെയ്ത് നൈട്രൽ സൾഫ് കൊടുക്കുകയും നൈട്രൽ സൾഫ് ആണ് ചീഫ് പ്രിവെന്റീവ് റെമഡി ആയിട്ട് വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കേസുകൾ കോളറ മോർബസ് അല്ലെ കോളറ ഇൻഫന്റം ഉള്ള കേസുകളിൽ നമ്മൾ വരുമ്പം ഇപ്പിക്കാക്ക് 3x ആൾട്ടർനേറ്റ് ചെയ്ത് നൈട്രൽ സൾഫാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഫെറംബോസും ഒക്കെ നമുക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നൈട്രമൂർ വണ്ടർഫുൾ റിസൾട്ട് കിട്ടുന്ന ഒരു കേസാണ്. വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ അക്കമ്പനീഡ് വിത്ത് എക്സസീവ് ടേസ്റ്റ് വരികയാണ്. ഈ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹോമിയോപ്പതി മെഡിസിൻ ആഴ്സനിക് ആൽബ് 3x ആൾട്ടർനേറ്റ് ചെയ്ത് നൈട്രമൂർ 3x ആണ് കുറച്ചുകൂടെ നന്നായിട്ട് കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഇത്രയും കൊണ്ട് ഇപ്പൊ ഏതാണ്ട് 9:55 എന്റെ സമയം വളരെ കുറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ മറ്റൊരു ഏതെങ്കിലും സമയത്ത് ഞാൻ പറയാം. നന്ദി, നമസ്കാരം. എന്നെ ഇത്രയും നേരം കേട്ടത് കൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഓക്കെ നമ്പൂരി സാറ്, ഇത്തിരി സ്പീഡ് കൂടുതലായിരുന്നെങ്കിലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറിന് ഇത്രയും പറഞ്ഞ് തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വന്നു. എന്തായാലും ടിഷ്യൂ റെമഡികൾ ഇത്രയും ഇൻഡിക്കേഷൻസ് ഓടെ സാറ് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. ഈ സാറിപ്പോ അങ്ങനെ ഈ ഓരോ കേസുകൾ വരുമ്പോ എന്താണ് ഈ ടിഷ്യൂ റെമഡി മാത്രമാണോ ഉപയോഗിക്കാറുണ്ടോ? അത് മാത്രം അല്ല, ടിഷ്യൂ റെമഡി മാത്രമല്ല ഞാൻ ഉപയോഗിക്കാറുള്ളത്. ടിഷ്യൂ റെമഡിയുടെ അടിസ്ഥാനം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ചികിത്സിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി മറ്റേ മെഡിസിൻസ് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം കൂടി എടുത്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മറ്റ് മെഡിസിനിലേക്ക് നോക്കാതിരുന്നത് കേട്ടോ. ടിഷ്യൂ റെമഡി മാത്രമല്ല മറ്റെല്ലാ സപ്പോർട്ടീവായിട്ട് ഇതുകൂടെ കൊടുക്കും. ഞാൻ സപ്പോർട്ടായിട്ടേ കൊടുക്കുള്ളൂ ചിലപ്പോ കേട്ടോ. ഇത് തന്നെ കൊടുത്തോണ്ട് നിൽക്കത്തില്ല. പക്ഷെ മറ്റേ ഞാൻ എടുത്തു വരാത്ത എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എടുത്തു വരാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി വൈഡ് സബ്ജക്റ്റ് ആണ്. ഇത് തന്നെ ഇപ്പൊ നമ്മൾ 3-4 മെഡിസിൻ വരുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ രോഗങ്ങളും പറഞ്ഞെന്ന് പറയാനും പറ്റൂല. ഇത്രയൊക്കെ ഇതിൽ കൂടുതൽ ഒരു ക്ലാസ്സിൽ ഒരിക്കലും പറയാം. അപ്പൊ സാറിന് ഇനി ഇതിൽ എന്തായാലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു ക്ലാസ് ഒത്തിരി ഉണ്ട്. അല്ല ഒത്തിരി എന്ന് വെച്ചാൽ നമ്മളെ എല്ലാ രോഗങ്ങൾക്കും ഇത് വരുമല്ലോ. എല്ലാ രോഗങ്ങളും നമുക്ക് പഠിക്കണം. കോളിക്കുണ്ട്. പക്ഷെ അതിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റിയല്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ വീണ്ടും എടുക്കാമെന്ന് മാത്രം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ സാറേ. അപ്പൊ ഇനി ഒരുപാട് നമുക്ക് സംശയം ചോദിക്കാൻ സമയമില്ല. ഒരു 4 മിനിറ്റേ ഉള്ളൂ. ഉള്ള സമയം കൊണ്ട് ചോദിച്ചോളൂ. ഡോക്ടർ ജിബി
ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജിബി കേക്കാമോ? ആ കേക്കാമോ കേൾക്കാം. പറയുന്നേ? ഒരു കേൾക്കാം. സംശയം ഡോക്ടറെ. എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്. അത് കുറച്ച് പാട്ട് പാടുന്ന ഒരു ലേഡിയാണ്. ഒരു ആഫ്റ്റർ 50, എബവ് 50. അപ്പം അത് നന്നായി ഉറക്കെ സംസാരിക്കുകയും ചെയ്യുന്നതാ. പക്ഷെ ഈ പാട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് സൗണ്ടില് ഹൈ പിച്ച് ഒന്നും വരുന്നില്ല. പാട്ട് പാടുമ്പോ നല്ല പിച്ചില് ഹൈ പിച്ച് വരുന്നില്ല. അങ്ങനെ ഒരു ശരിയായ ഒരു പാട്ട് പാടാൻ പറ്റുന്നില്ല. എന്താ അതിന് നമ്മൾ മെഡിസിൻ കൊടുക്കണേ? നന്നായിട്ട് സംസാരിക്കുന്ന ആളാ ഉറക്കെ, എപ്പോഴും സൗണ്ട് കൂടുതൽ സംസാരിക്കും. ഓവിയാകുമ്പോ ഞാൻ ബയോകെമിക്കൽ മെഡിസിൻ പറഞ്ഞത് കാലിസൾഫാണ്. പക്ഷെ കാലിഫോസ് ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞാല് ഫ്ലവർ മെഡിസിൻ ഹോർൺബീൻ ഉപയോഗിച്ചാൽ മാറ്റം വരും. ഏതാ ഫ്ലവർ മെഡിസിൻ ഹോർൺബീൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഹോർൺബീൻ, സ്പെല്ലിംഗ് പറയോ ഡോക്ടറെ? HORNBEAN, ഹോർൺബീൻ. അത് ഏത് പൊട്ടൻസിയാ? പൊട്ടൻസി ഇല്ല, നമുക്കത് ടിഞ്ചറായിട്ടോ 330 ഫ്ലവർ എന്നൊക്കെ റെമഡിക്ക് പറഞ്ഞ പൊട്ടൻസി ഇല്ലേ? ഫ്ലവർ പേര് മെഡിസിൻ ആണ്. ഓക്കെ. അത് നമുക്ക് കഴിച്ചാൽ അതിന്റെ മാറ്റം വരും അല്ലേ? ഒത്തിരി മാറ്റം, ഒത്തിരി മാറ്റം വരും. അത് ക്രോണിക്. പിന്നെ സൗണ്ട് കുറച്ച് ഹാർഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ആ പേഷ്യന്റിന്റെ. അല്ലാതെ സൗണ്ട് കുറച്ചു കാലം കഴിക്കട്ടെ. ഒരു ദിവസം ഒന്നും കഴിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു മാസം കഴിക്കാൻ പറയും. അപ്പൊ അത് വ്യത്യാസം അത് വരും. മാത്രം കഴിച്ചാൽ മതിയാവും അല്ലേ? അത് മാത്രം കഴിച്ചാൽ മതിയാവും. കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ സിംറ്റം നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. ഓക്കെ ഡോക്ടറെ. സിംറ്റം നോക്കിയിട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു. അതെ, കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി കൊടുക്കണം. അല്ല ഇപ്പൊ ഈ ഒരു മെഡിസിൻ മാത്രം മറിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഹോർൺബീൻ നല്ല റിസൾട്ട് ഉള്ള മെഡിസിൻ ആണ് കേട്ടോ. ഞാൻ കൊടുത്തു നോക്കിയിട്ടുള്ളത്. സൗണ്ട് ഹാർഡ് ആവുകയും ചെയ്യും. നേരത്തെ കാലം സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ വീണ്ടും സൗണ്ട് ഹാർഡ് ആകും. അത് ശരിയാവുന്നേ. അത് കുറച്ച് മെഡിസിൻ കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് നമ്മുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ വേറെ മെഡിസിൻസ് ഒക്കെ പറയാൻ ചെയ്തു. ഓക്കെ ജിബി ഡോക്ടർ. അടുത്തത് നമ്മുടെ ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം സംസാരിച്ചു. മാഡം ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. കേക്കാലോ അല്ലേ ശൈല? നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പൊ ഒത്തിരി ഷോർട്ട് സൈറ്റിന്റെ കേസ് വരുന്നു. ഷോർട്ട് സൈറ്റ് കുട്ടികൾക്ക് ഈ ഫോണിന്റെ ഉപയോഗം കൂടിയിട്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്തെന്നാ ഡോക്ടറെ ഒന്ന് പറഞ്ഞുതരാൻ? ശരിക്കും പറഞ്ഞ ഫൈസോസ്റ്റിഗ്മയാണ് അതിന് പ്രധാന മെഡിസിൻ വരിക. 3x ആണ്. ഞാൻ 30 ആണ് കൊടുക്കുന്നത്. ഫൈസോസ്റ്റിഗ്മ 30. അത് മാത്രം മതിയോ? അത് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കണ്ണിന് എക്സർസൈസുകൾ വല്ലതും പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഫൈസോസ്റ്റിഗ്മയ്ക്ക് ഒരുമാതിരി നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഫൈസോസ്റ്റിഗ്മ കുറച്ചു കാലം കൊടുക്കും ഏതായാലും കേട്ടോ. കുറച്ചുനാൾ കൊടുക്കണം അല്ലേ? കുറച്ചാൾ കൊടുക്കണം. അല്ലാതെ നമ്മള് ഒരു സിംഗിൾ മെഡിസിൻ ഒന്നും കൊടുത്തിട്ട് അങ്ങനെയല്ല. 30 കുറച്ചു കാലം കൊടുക്കണം. രാവിലെ വൈകുന്നേരം ഒരു 2 ചെറിയ പിള്ളേരാണെങ്കിൽ 2 ഗുളിക വീതം രാവിലെ വൈകുന്നേരം കുറച്ചു കാലം കഴിക്കാൻ പറയുക. ട്യൂബർക്കുലർ മാസം ആണ് അവിടെ പ്രിഡോമിനേറ്റ് വരുന്നതിന്. ട്യൂബർക്കുലിനും നമുക്ക് കൊടുക്കാൻ കഴിയും ശരിക്കും പറഞ്ഞാല്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തുകൊണ്ട് ഈ മെഡിസിൻ സപ്പോർട്ട് ചെയ്ത് ഫൈസോസ്റ്റിഗ്മയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻ കേട്ടോ. റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. താങ്ക് യു ഡോക്ടർ. കൽക്കേരിയ ഫോസും കൊടുക്കാം അല്ലേ? വേണമെങ്കിൽ കാൽക്കേരിയ ഫോസ് കൊടുക്കാം. കാരണം ഈ ഇയർ ഗോളിന്റെ വലിപ്പ കൂടുതൽ കൊണ്ടാണ് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്നത്. കാരണം ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല് പിന്നെ നമ്മുടെ റെറ്റിനയുടെ മുമ്പിൽ വന്ന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഷോർട്ട് സൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കോൺകേവ് ലെൻസ് വെച്ച് ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് വീണ്ടും ഫോക്കസ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പൊ അതായത് റെറ്റിനയുടെ പുറകിൽ വരികയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് അവയും അതിന് പ്രിസ്ബയോപ്യ, അതായത് വെള്ളെഴുത്ത് അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്നൊക്കെ പറയും. ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് റെറ്റിനയുടെ മുമ്പിലാണ് ഇത് വരിക. റെറ്റിനയുടെ മുമ്പിൽ വരുന്ന കേസുകളിൽ നമുക്ക് അതാണ് കോൺകേവ് ലെൻസ് ആണ് അവിടെ വയ്ക്കുന്നത്. അപ്പൊ റെറ്റിനയിൽ തന്നെ പോയി പിടിക്കും കേട്ടോ. അത് ആ റെറ്റിനയുടെ ഈ കൺകോളത്തിന്റെ വലിപ്പത്തിന്റെ കൂടുതൽ കൊണ്ട് ചിലപ്പോൾ ചില കുട്ടികൾ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാൽക്കേരിയ ഫോസ് നമുക്ക് പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയുള്ള ഫൈസോസ്റ്റിഗ്മയ്ക്കാണ്. നമ്മളിപ്പോ സ്പെക്സ് വെച്ചുകൊണ്ട് തന്നെ ഫൈസോസ്റ്റിഗ്മ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാം. സ്പെക്സ് എപ്പോഴായാലും വയ്ക്കണം കേട്ടോ. സ്പെക്സ് വയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. സ്പെക്സ് എടുത്ത് പറയാനൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് ചെറിയ ഈ പന്ത് കളിക്കുകയോ പന്ത് മുകളിലോട്ട് ഇടുകയോ ചാടിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും
നടക്കുവോ, അല്ലെ പെൺപിള്ളേരൊക്കെയാണ് വല്ല ഡാൻസിന് വിടുവോ ഒക്കെ ചെയ്യുവാണെങ്കിൽ കണ്ണിന്റെ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ വ്യത്യാസം വരും കേട്ടോ. ശരി, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ മാഡം, താങ്ക് യു. നമ്മളെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ഈ നല്ല ക്ലാസ്സിന് നമ്പൂരി സാറിന് നന്ദി പറയുന്നതിന് ശാന്താചന്ദ്രൻ മാഡത്തിനെ തന്നെ ക്ഷണിക്കും. ഡോക്ടറെ സന്തോഷം, ഡോക്ടറോട് ഒരു നന്ദി പറയാൻ സാധിച്ചതില്ലേ. അപ്പൊ വളരെ നല്ല ക്ലാസ്സാണ് ഡോക്ടർ. ഓരോ ക്ലാസ്സും പിന്നെ കുറച്ച് ശൈല പറഞ്ഞ പോലെ കുറച്ച് സ്പീഡ് കൂടിപ്പോയി. പക്ഷെ ഇപ്പൊ ഒരു സമാധാനം, നാളെ ഇത് കേൾക്കാമല്ലോ, സമാധാനത്തിലിരുന്ന് ഒന്നുകൂടെ കേട്ട് എഴുതിയെടുക്കാമല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇനിയും വരണം ഡോക്ടറെ ഇതുപോലെ ക്ലാസ്സുകളുമായിട്ടും. ഡോക്ടറെ അപ്പൊ IFH പേരിലും എന്റെ സ്വന്തം പേരിലും ഡോക്ടറോട് നന്ദി പറയുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, നന്ദി ശാന്താചന്ദ്രൻ മാഡം. താങ്ക് യു. 10 മണി കഴിഞ്ഞു, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ നല്ലൊരു ക്ലാസ് എടുത്ത നമ്പൂരി സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.